അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവവേദനയെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ യാത്ര, നിൻ്റെ ചിന്തകൾ, നിൻ്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദനയെ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. കർത്താവ്, ത്വക്ക് രോഗങ്ങളുടെ അനുഭവമുണ്ട് കർത്താവ്. അതുപോലെ തന്നെ വിസർപ്പ രോഗങ്ങളുണ്ട് ഈശോയെ. അതുപോലെ തന്നെ അരസ്വസ്ഥ രോഗങ്ങളുണ്ട് ഈശോയെ. അതെല്ലാം വിശുദ്ധമായ രക്തം കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കടങ്ങൾ, സാമ്പത്തിക ബാധ്യതകളാൽ വിഷമിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാശ് തട്ടിച്ചെടുത്തവരുണ്ട് ഈശോയെ. വഞ്ചിക്കപ്പെട്ടവരുണ്ട് ഈശോയെ. വ്യക്തികൾ കർത്താവെ, ഏറ്റവും അടുത്ത വ്യക്തികൾ അകാലത്തിൽ വിയോഗപ്പെട്ടതിൻ്റെ പേരിൽ കൈയും കാലും അനങ്ങാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാലാതെ കുഴങ്ങി മനസ്സ് ഇടിഞ്ഞിരിക്കണവരുണ്ട് ഈശോയെ.
അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ, ഇന്ന് നിൻ്റെ ചിന്തകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നിൻ്റെ എഴുത്തുകൾ, തീരുമാനങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാട് വെളിപാടിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയമാണ്. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നിത്യതയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സ്വർഗ അനുഭവങ്ങളുടെ ഭാഗമായിട്ടാണ് യോഹന്നാന് വെളിപാട് കിട്ടണമെന്നാണ്. പക്ഷെ അതല്ല. അവൻ 4 ജീവികൾക്ക് മുമ്പിൽ നിൽക്കുന്നില്ല, 4 സുവിശേഷ മുമ്പിലല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സുവിശേഷം ജീവിക്കുമ്പോൾ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. സഹനങ്ങളിലൂടെയാണെങ്കിലും സുവിശേഷത്തിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുകയും നമ്മൾ ലോകത്തെ ജയിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ സഹിക്കുന്ന കുഞ്ഞാട് ജയിക്കുന്ന കുഞ്ഞാടായിട്ട് ഓരോ ദിവസവും ദൈവം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വചനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വെളിപാട് 7, 11, 12. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും. ഇവിടെ ആരൊക്കെയാണുള്ളത്? സിംഹാസനം. അവിടെ ആരാ ഉള്ളത്? ഈശോ. പിന്നെ എന്താണ്? ശ്രേഷ്ഠന്മാർ. ആര്? അപ്പോസ്തലന്മാരും രക്തസാക്ഷികളും. പിന്നെ ആരാ? 4 ജീവികൾ. 4 സുവിശേഷങ്ങൾ. അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ്. അപ്പോൾ ഇത്രയും സെറ്റപ്പിൻ്റെ മുമ്പിലാണ് നമ്മൾ. ഇപ്പോൾ വചനമുണ്ട്, വചനം ജീവിച്ച വേദസാക്ഷികളും രക്തസാക്ഷികളുമായിട്ടുള്ള വിശുദ്ധന്മാരുണ്ട്. പിന്നെ എന്താണ്? സിംഹാസനമുണ്ട്. ഈ വചനം മാംസമായ ഈശോയുണ്ട്, മരണത്തെ ജയിച്ച കർത്താവ് ഈശോയുണ്ട്. അത്രയും മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഈ ഭൂമിയിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കണത്. എന്താ പറയണത്? എന്താ ദൈവത്തിന് പറയണത്? ആ വാചനം വായിച്ചേ. ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും. അപ്പൊ സ്തുതി, മഹത്വവും, പിന്നെ ജ്ഞാനവും കൃതജ്ഞതയും, ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കളർ വ്യത്യാസങ്ങളില്ലേ? വ്യത്യസ്തങ്ങളായ കാലാവസ്ഥ. ഈ കാലാവസ്ഥകൾക്ക് ഒരു വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാൻ ഇത്രയും പ്രാർത്ഥനാ രീതികളുണ്ട്. നമ്മളെ സ്തുതി, മഹത്വം, പിന്നെ ജ്ഞാനം. അത് ധ്യാനമാണ്. ദൈവിക പദ്ധതികൾ അത് അതിനകത്ത് വരുന്നത് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. മാതാവ് ടഫ് ടൈമില്ലേ? ടഫ് ടൈം വരുമ്പോൾ മാതാവ് എന്ത് ചെയ്യും? ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. അതായത് ലൂക്ക 2:19. ജ്ഞാനത്തിനാണ് ഈ ലൂക്ക 2:19 വരണത്. കൃതജ്ഞത, നന്ദി, ദൈവാനുഗ്രഹത്തിൻ്റെ നമ്മളെ പ്രതിനിധിയായിട്ട് പറയണ കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാം കുഞ്ഞാടൻ്റെ ക്വാളിറ്റീസാണ്. കാര്യം അവൻ ബഹുമാനത്തിൻ്റെ മേൽ ബഹുമാനം നേടിയവനാണ്. അവനെന്താണ്? അവനെ തന്നെ ആകയാൽ ദൈവം അവൻ അത്യധികം ഉയർത്തിയെന്ന് പറഞ്ഞില്ലേ? അതിനാണ് ബഹുമാനം അവന് വരാൻ കാര്യം. അവന് ബഹുമാനം പറഞ്ഞത് എന്താണ്? ആകയാൽ ദൈവം അത്യധികം ഉയർത്തി, അഡീഷണലായിട്ട് അവനെ ഉയർത്തി. എന്താ കാര്യം? അവൻ പ്രകൃതിയ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള മുറുകെ പിടിക്കുന്ന കാര്യം പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം കുഞ്ഞാടനെ ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടായി അവൻ. അതുകൊണ്ട് എന്തു ചെയ്യും? ദൈവം അവനെ മഹത്വീകരിച്ചു. ആ മഹത്വം വരുന്നത് എങ്ങനെയാണ്? അവൻ കുഞ്ഞാടായി കഴിഞ്ഞപ്പോൾ ദൈവമാണ്. ആകയാൽ ദൈവം അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അപ്പോഴാണ് ഈ കുഞ്ഞാട് മഹത്വീകരിക്കപ്പെടുന്നത്. അതിനെ കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടാണ്. അപ്പോൾ അത് നമ്മളും ചില സമയത്ത് ഈ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടായി മാറും. 100 അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ റീസൺ അനുസരിച്ച് ശരിയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കൈ ചൂണ്ടുന്നതിൻ്റെ മുമ്പിൽ അകപ്പെട്ട് നിൽക്കുകയും എന്നിട്ട് നമ്മൾ ദൈവഹിതം തന്നെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രതിയോഗികൾക്ക് നമ്മൾ ദൈവഹിതമാണ് പാലിക്കണമെന്ന് മനസ്സിലാകാതിരിക്കുകയും
നമ്മൾ അതിൻ്റെ പേരിൽ നമ്മളെ പഴിചാരുകയും ചെയ്തിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുകയും ചെയ്യണമാണ് ഈ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയണത്. അതൊരു ഭയങ്കര സംഭവമാണത്. അല്ലാതെ നിങ്ങളവർക്കത് മരിച്ചു ചെല്ലുമ്പോൾ തന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ദൈവം മഹത്വീകരിക്കപ്പെടാൻ അതല്ല. ഓരോ അനുഭവങ്ങളും അങ്ങനെയാണ്. മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടിലേക്കുള്ള ദൂരമാണ് നമ്മുടെ. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന എന്താണ്? സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും. അധികാരം മരണത്തിന്റെ മേലും ഇവന് അധികാരം കിട്ടിയല്ല. അതുകൊണ്ട് തന്നെ മരണത്തിന്റെ മേലും എല്ലാവരുടെ മേലുമുള്ള മരിക്കുന്ന എല്ലാത്തിൻ്റെ മേലും ഇവന് ആധിപത്യമായി. അത് വല്ലാത്ത വെളിപാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാം. മറ്റ് സുവിശേഷമായിട്ട് പഠിക്കുമ്പോൾ ഇതിൻ്റെ ഈ റെവലേഷൻ ലെവലെന്ന് പറയണത് ഒരു 3 ഇരട്ടിയോ മറ്റാണ് ഈ വെളിപാടിൻ്റെത്. കാര്യം ഇതിൻ്റെ ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന ദൈവം ഒരുക്കിയ സംഭവങ്ങളെല്ലാം കംപ്രൈസ് ചെയ്താണ് വെളിപാടിൽ വെക്കുന്നത്. അത് നമ്മളവർക്ക് അത് നമുക്കൊന്നും മനസ്സിലാകാത്തതാണ്. അത് ലോകത്തിന് നമ്മൾ മരിച്ചു ചെല്ലുമ്പോഴുള്ള സ്വർഗത്തിൻ്റെ കാഴ്ചകളാണ്. ഒന്നുമല്ല, ഈ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടൊക്കെ അനുദിനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുക്രിസ്തുവിനെ ഏറ്റെടുക്കുന്നവൻ, സ്വീകരിക്കുന്നവൻ കടന്നു പോകുന്ന ഓരോ ആധ്യാത്മിക കാലാവസ്ഥകളാണ്. അവിടെയൊക്കെ എല്ലാം കുഞ്ഞാട് വിജയിച്ച് നിന്നിട്ട് അവിടെയാണ് അതിനുള്ള പ്രാർത്ഥനയാണ് ആമേൻ. എന്ത് കിട്ടിയാലും ആമേൻ എന്ന് പറയും. ഇപ്പം പിടിയിടില്ലേ? ഓക്കെ. എൻ്റെ പേര് മേരി കരോളിൻ. എൻ്റെ വീട് പള്ളിപ്പുറത്താണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് നവംബർ 2023 ഞാൻ ഇന്നലെ ഇറ്റലിയിൽ നിന്ന് വന്നുള്ളൂ. ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാൻ വേണ്ടി ഞാനിവിടെ വന്നതാണ്. ആദ്യമായിട്ട് വന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യവും മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയുന്നതാണ്. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് യൂറോപ്പിലാണ്. ഇറാസ്മസ് മുണ്ടസ് എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ യൂറോപ്പിൽ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞത് എനിക്ക് PhDക്ക് അഡ്മിഷൻ വേണം എന്നുള്ളതായിരുന്നു. ഞാൻ മാസ്റ്റേഴ്സ് ഫൈനൽ ഇയർ ആയപ്പോൾ തൊട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും ഇൻ്റർവ്യൂ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സെലക്ഷൻ കിട്ടുന്നുണ്ടായില്ല. അവസാനം ഒന്നും കിട്ടാതായപ്പോൾ ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചു. വരുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് ബെൽജിയം ഞാൻ നിന്ന ടൈമിൽ എനിക്കൊരു റെസിഡൻസ് പെർമിറ്റ് കിട്ടിയായിരുന്നു. ആ ഒരു ബലത്തിൽ 2 വർഷത്തേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു ബലത്തിൽ ഞാൻ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. പക്ഷേ വന്നു കഴിഞ്ഞ് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് ഇൻ്റർവ്യൂ പോലും എനിക്ക് കിട്ടാതെയായി. അപ്ലൈ ചെയ്യുന്നത് മാത്രം ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ഞാൻ നിയോഗം വെച്ചത് എനിക്ക് PhDക്ക് അഡ്മിഷൻ ലഭിക്കാനായിരുന്നു. അത് കഴിഞ്ഞ് 90 ദിവസം, ആദ്യത്തെ 90 ദിവസം ഞാൻ ഉടമ്പടി എടുത്തു. പ്രാർത്ഥനയോടുകൂടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും നന്നായി പ്രാർത്ഥിക്കും, ഉടമ്പടി ധ്യാനങ്ങൾ കൂടും, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു. ഉടമ്പടി പുതുക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ബെൽജിയം ഇങ്ങനെ ജോബ് ഓഫേഴ്സ് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്ത് PhDക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരുന്നു. എൻ്റെ പെർമിറ്റ് ഞാൻ മൊബിലിറ്റി സ്റ്റുഡൻ്റ് ആയിരുന്നത് കൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അത് ഞാൻ വൈകിയാണ് അറിഞ്ഞത്. ഞാൻ ക്യാൻസൽ ആയിരുന്നു ചെയ്തിരുന്നതെന്ന്. ഞാൻ അത് പിന്നീട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ അത് അറിഞ്ഞത്. അത് എന്നെ വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടാക്കി. എനിക്കൊന്നുമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ ആ സമയത്ത്. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ബെൽജിയം എംബസിയിൽ നിന്ന് തന്നൊരു പേപ്പറിൻ്റെ ബലത്തിൽ മാത്രം, അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയിലുള്ള ബെൽജിയം എംബസിയിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞിരുന്നത് എൻ്റെ റീഎൻട്രി ചെയ്യാനുള്ള ഡെഡ് ലൈൻ കഴിഞ്ഞു, 2 മാസമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്യാൻസൽ ആയി ആ പെർമിറ്റ്. പക്ഷേ ബെൽജിയത്തിൽ തരുന്ന ഒരു പേപ്പറിൻ്റെ ബലത്തിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അച്ഛനെ വന്ന് കാണാം, പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അച്ഛനെ വന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ടും എൻ്റെ റെസിഡൻസ് പെർമിറ്റും ഫ്ലൈറ്റ് ടിക്കറ്റ്സുമാണ് ഞാൻ വന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാമെന്ന് പറഞ്ഞത്. ഞാൻ ഈ ആൾത്താരയിൽ കയറിയത് ഒരുപാട് കരഞ്ഞാണ്. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റിട്ട് വീഴായിരുന്നു ആ സമയത്ത്. കാരണം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, പക്ഷേ എനിക്ക് പോകാനുള്ള വിസ ഇല്ല, പെർമിറ്റ് ക്യാൻസലായി. ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത്.
അച്ഛൻ എൻ്റെ അടുത്ത് കരയുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ പോലും ഞാൻ ആ കരഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചിരിക്കുക ചെയ്തത്. ഒരക്ഷരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആ അച്ഛനെ കാണാൻ തന്ന കാർഡിൽ എഴുതിയിരുന്നത് മാർച്ചിൽ ബെൽജിയം പോകുന്നു എന്ന് മാത്രമായിരുന്നു. പെർമിറ്റിൻ്റെ കാര്യം ഒന്നും അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ ഡോക്യുമെൻറ്റ്സ് വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്കത് തിരിച്ചു തന്നപ്പോൾ പെർമിറ്റ് മാത്രം തൊട്ട് കാണിച്ചിട്ട് അച്ഛൻ അത് ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഞാൻ വെച്ച നിയോഗങ്ങളോ ഒരു കാര്യവുമായിരുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ പെർമിറ്റിനെ കുറിച്ച് മാത്രമായിരുന്നു എൻ്റെ ആദി. എൻ്റെ മാതാവ് ആ പ്രാർത്ഥന കേട്ടിട്ടാണ് എന്നോട് അച്ഛനിലൂടെ പറഞ്ഞത് ആ പെർമിറ്റ് ഓക്കെ ആണെന്ന്. ആ പെർമിറ്റ് കൊണ്ടിട്ട് ആ ക്യാൻസലായി എന്ന് പറഞ്ഞ പെർമിറ്റാണ് ഞാൻ ബെൽജിയം പോകാൻ യൂസ് ചെയ്തത്. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ഓഫീസേഴ്സും എൻ്റെ അടുത്ത് ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. അതേസമയം എൻ്റെ ഫ്രണ്ടിന് ക്യാൻസൽ ആകാത്ത പെർമിറ്റിന് ഒരുപാട് ചോദ്യങ്ങളും ചെക്കിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അവിടെ ബെൽജിയം എത്തി. പക്ഷേ ആദ്യത്തെ ഒരു മാസം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് പോയത്. എനിക്ക് അക്കോമഡേഷനിലൊരു സ്കാം കിട്ടി. എനിക്ക് 2 ലക്ഷത്തോളം രൂപ നഷ്ടമായി. എനിക്ക് അക്കോമഡേഷൻ ഇല്ലായിരുന്നില്ല ചെന്ന സമയത്ത്. ഞാൻ അങ്ങനെ ഒരു ഹോസ്റ്റലിലാണ് ആദ്യം നിന്നത്. 3 ആഴ്ചയായിരുന്നു എനിക്ക് അത്രയും പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. 3 ആഴ്ചത്തേക്ക് ഞാനൊരു അക്കോമഡേഷൻ എടുത്തിട്ട് ആ ഹോസ്റ്റലിൽ നിന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ അക്കോമഡേഷന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അക്കോമഡേഷനൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത്. ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു ഞാൻ നിന്നിരുന്ന സ്ഥലം. അതുകൊണ്ട് അക്കോമഡേഷന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഹോസ്റ്റലിൻ്റെ 3 ആഴ്ച തീരാൻ 2 ദിവസമുള്ള സമയത്താണ് മാതാവ് എനിക്ക് ഒരു അക്കോമഡേഷൻ തന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റി. അങ്ങനെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് മൂവ് ചെയ്യാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല അവിടെ. പക്ഷേ എനിക്ക് എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാനും പറ്റി. എനിക്ക് അക്കോമഡേഷൻ കിട്ടി. ഭാഷ അറിയാതെ, അവിടെ ഡച്ച് ഭാഷയാണ് സംസാരിക്കുന്നത്, എനിക്ക് ഭാഷ അറിയില്ല. ഒന്നും അറിയാതെ ഞാൻ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ എനിക്ക് ആദ്യമായിട്ടൊരു ജോലി കിട്ടി. അവിടെ നിന്ന് ഞാൻ ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഞാൻ ഉടമ്പടിയിലായിരുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് ഇറ്റലിയിൽ ഒരു PhDക്ക് ഒരു ആപ്ലിക്കേഷൻ വന്നു. ഞാനത് അപ്ലൈ ചെയ്തു. ലാസ്റ്റ് മിനിറ്റിലാണ് ഞാനത് അപ്ലൈ ചെയ്തത്. അതെൻ്റെ മാതാവ് എനിക്ക് 2 ഇൻ്റർവ്യൂ പാസ്സാക്കി എന്നെ അതിന് സെലക്ഷൻ തന്നു. അത് എൻ്റെ പ്രൊഫസർ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞത്, മെറിറ്റ് കൊണ്ട് മാത്രമല്ല, ഞാൻ ബെൽജിയം ഉണ്ടായിരുന്നു എന്നൊരു റീസൺ ഉള്ളത് കൊണ്ട് എനിക്ക് അവർ ആ സെലക്ഷൻ തന്നു എന്നാണ്. ഞാൻ ആലോചിച്ചത്, ഞാൻ ഇന്ത്യയിൽ തന്നെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ആ PhD കിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് ക്യാൻസലായ പെർമിറ്റും കൊണ്ട് എന്നെ ബെൽജിയം എത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ PhDക്ക് എനിക്ക് സെലക്ഷൻ തന്നു. ഇപ്പം ഞാൻ 1 വർഷം പൂർത്തിയായി. എനിക്കിനി 2 വർഷം കൂടിയാണ് PhDക്കുള്ളത്. ഞാൻ ഉടമ്പടിയിലായിരുന്ന സമയത്ത്, നാട്ടിലായിരുന്ന സമയത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യായിരുന്നു, പത്രം കൊടുക്കുമായിരുന്നു. ഞാൻ ബെൽജിയത്തിലേക്ക് പോകുന്ന ടൈമിൽ ഞാൻ ഫ്രഞ്ച് ഭാഷയിലുള്ള പത്രം കൊണ്ടുപോയി ഞാൻ അവിടെ റോഡുകളിൽ നിന്ന് എനിക്ക് പരിചയമുള്ളവരൊന്നും ആയിരുന്നില്ല. കാരണം ഞാൻ ചെന്ന സ്ഥലം ഡച്ച് സംസാരിക്കുന്ന സ്ഥലവും ഞാൻ കൊണ്ടുപോയ പത്രം ഫ്രഞ്ചുമായിരുന്നു. അതുകൊണ്ട് ഫ്രഞ്ച് സംസാരിക്കുന്നവരെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ റോട്ടിൽ നടന്നുകൊണ്ടാണ് പത്രവുമായി നടന്ന്. പക്ഷേ അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നൊരു കാര്യമാണ്. ഞാൻ നടന്നത് കൊടുത്ത് തീർക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ രോഗികളെ സന്ദർശിക്കുമായിരുന്നു. അവരുടെ മുറിവ് വെച്ച് കെട്ടാനും പള്ളിയിൽ പോകുമായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ ദിവസവും പള്ളിയിൽ പോവും. പുറത്തായിരുന്നപ്പോൾ ഞാൻ ഞായറാഴ്ചകളിലായിരുന്നു പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഉടമ്പടി എടുത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ വിശ്വാസം ഒരുപാട് വർദ്ധിച്ചു. കാരണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, അതിന് ഉത്തരം കിട്ടുന്നു ഞാൻ ഈ ആൾക്കാരിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞതാണ്. ആ പെർമിറ്റ് ഓക്കെ ആണെന്ന് അച്ഛനിലൂടെ അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥന അമ്മ കേൾക്കുന്നുണ്ടോയെന്ന്, എല്ലാ പ്രാർത്ഥനകളും അമ്മ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് മനസ്സിലായത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 തിരുവൾത്താരയിൽ നിന്ന് സാക്ഷ്യം നൽകാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മ മാതാവിനോടും ഈശോയോടും വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ പേര് ആൾഡ്രിയ. ഞാൻ വരാപ്പുഴ തേവർകാട് തിരുഹൃദയ ദേവാലയം അംഗമാണ്. ഞാൻ ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് 20-ാം തീയതിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഉടമ്പടി എടുക്കാൻ വരുന്നത് എൻ്റെ അമ്മച്ചിയുടെയും എൻ്റെ ആൻറ്റിമാരുടെയും നിർബന്ധത്തിന് അവർ നിർബന്ധിച്ചിട്ടാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോകാനായിരുന്നു. അപ്പം ജൂണിൽ എൻ്റെ
ജൂണിൽ എൻ്റെ ക്ലാസ് തുടങ്ങുമായിരുന്നു. അപ്പോൾ അതിനേക്കാളും മുമ്പ് മെയ് 20 വന്ന് ഞാൻ ആൻറ്റിമാരുടെ കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണേ ചെയ്തത്. പക്ഷേ എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞ ശേഷം ഉടമ്പടി എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവർ പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത്. പക്ഷേ എനിക്ക് ലാംഗ്വേജ് കുറേ പഠിക്കാനുണ്ടായി. ആദ്യത്തെ സമയമൊക്കെ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. അപ്പം ഉടമ്പടി നിയോഗങ്ങളൊക്കെ ഉടമ്പടി കാര്യങ്ങളെല്ലാം എനിക്ക് മെയ് മാസം നല്ലോണം ചെയ്യാൻ പറ്റി. പക്ഷേ ജൂണിൽ ക്ലാസ് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് പള്ളിയിൽ പോകാനായാലും പിന്നെ അതുപോലെ തന്നെ ബൈബിൾ വായിക്കാനൊക്കെ ആയാലും സമയം ശരിക്കും കിട്ടാതെ വന്ന ഒരവസ്ഥയായി. വൈകുന്നേരം വരെ ക്ലാസ്സൊക്കെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കുറേ പഠിക്കാനും ഉണ്ടായി. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി ആഗസ്റ്റ് ആയപ്പോഴേക്കും 90 ദിവസമായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ ഈ ഉടമ്പടി ഞാൻ പുതുക്കാം, ഇപ്പോഴല്ല മാതാവ് എപ്പോഴാണ് ഞാൻ ഉടമ്പടി പുതുക്കണം എന്നുള്ളത് മാതാവിന് തോന്നണം എപ്പോഴാണ്. അപ്പം എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി മാതാവ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഉടമ്പടി സ്റ്റോപ്പിന് ചെയ്തത്. അപ്പം ആ ഉടമ്പടി ഞാൻ ഇന്ന് സ്റ്റോപ്പ് ചെയ്ത് അന്ന് ഞാൻ എൻ്റെ ആധാർ കാർഡിന് അപ്ഡേഷൻ ആപ്ലിക്കേഷൻ വെച്ചേക്കണമായിരുന്നു. ഞാൻ ആഗസ്റ്റിൽ ആപ്ലിക്കേഷൻ വെച്ച് എൻ്റെ അമ്മച്ചി അത് കഴിഞ്ഞ് കുറേ നാളായിട്ട് ഒരു വിവരവും ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ആയപ്പോഴേക്കും എൻ്റെ അമ്മച്ചിയും അനിയനൊക്കെ പോയി ആധാർ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് അന്ന് രാത്രി തന്നെ ആധാർ അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എനിക്ക് പേടിയായി. കാരണം ആധാർ അപ്ഡേറ്റ് ചെയ്ത് കിട്ടിയാലേ പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റുള്ളൂ. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ B2 എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് വിഷമമായി. ആ സമയം എനിക്ക് ഞാൻ A2 കഴിയാറായി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ ഒരു ഒക്ടോബർ മാസം തുടങ്ങി ഡിസംബർ വരെ ഞാൻ എപ്പോഴും ഈ ആധാർ കാർഡ് ശരിയാക്കണതിൻ്റെ പുറകെ ഇങ്ങനെ അക്ഷയയിൽ പോകും. അപ്പോൾ അവർ പറയും ഇതിനൊരു പോർട്ടലുണ്ട്, അവിടെ പോയിട്ട് നിങ്ങളുടെ പരാതി അവിടെ സബ്മിറ്റ് ചെയ്യണം, പരാതി കൊടുക്കണം, അവിടെ എഴുതിയിടണം. അപ്പോൾ അവർ നമുക്ക് റിപ്ലൈ തരും. അവരെന്താ പറയണതനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത് അത് പിന്നെയും അപ്ഡേറ്റ് ചെയ്യാൻ അങ്ങനെ പറ്റുമൊന്നുമില്ലെന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് ആകെ ഒരു വിഷമം, ഇത് എന്ത് ചെയ്യും എന്നുള്ളതായി. ഞാൻ എപ്പോഴും ആ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് ചോദിക്കും എൻ്റെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണില്ല എന്താണെന്നൊക്കെ. പക്ഷേ അവർ ഞങ്ങൾ നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര സങ്കടത്തിലായി. ജനുവരിയൊക്കെ എപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ കൂനമാവ് മേഖല കൺവെൻഷൻ വന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ചെന്നപ്പോഴേക്കും ആധാർ വെച്ച് ഇങ്ങനെ ആധാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴേക്കും എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെളിപ്പെടുത്തി തരണേണ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ലേ ഉടമ്പടി പുതുക്കണത് മാതാവ് ഓർമ്മിപ്പിക്കണമെന്ന്. അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് ഓർത്തപ്പോഴേക്കും ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പിറ്റേ ദിവസമായപ്പം ഞാൻ കൊടുത്ത പരാതി അവർ കണ്ട് അത് അവർ സ്വീകരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ ആധാർ അപ്ഡേറ്റായി കിട്ടി. ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം എനിക്ക് ആധാർ അപ്ഡേറ്റായി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കുന്നത് ഏപ്രിലാണ്. ഞാൻ B1 കഴിഞ്ഞ് B2 ആയപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ പഠിപ്പിക്കാൻ വന്ന ടീച്ചർ മര്യാദക്ക് ശരിക്കും അങ്ങോട്ട് പഠിപ്പിച്ചിട്ട് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ B1 വെച്ച് സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് ഞാൻ B2 വീട്ടിലിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ വേറെ സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോഴേക്കും അവിടെ ഭയങ്കര ഫീസായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോട്ട് നിൽക്കുന്ന കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഫീസൊക്കെ പറയുമ്പോഴേക്കും പിന്നെ നിന്ന് പഠിക്കാമെന്നൊക്കെ പറയുമ്പോഴേക്കും അതിന് വേറെ ഫീസാകും. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നാലും ഞാൻ പ്രാർത്ഥിക്കും. എന്നാലും എൻ്റെ ഉടമ്പടി ശരിക്കും പറഞ്ഞാൽ അത്രയും നല്ല രീതിയിലായിരുന്നില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ബൈബിൾ വായിക്കും, പള്ളിയിൽ പോകും, അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിട്ട് കൃപാസനം പത്രം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാർച്ച് ആയപ്പോഴേക്കും ഏപ്രിൽ B2 എക്സാം എഴുതാൻ കോയമ്പത്തൂർ സ്ലോട്ട് എടുത്ത് അത് ഞാൻ പോയി എഴുതി. ഏപ്രിൽ എനിക്ക് ഒരു മൊഡ്യൂളെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് തൈലം തേച്ചാണ് എക്സാമിന് പോയത്. പക്ഷേ ഏപ്രിൽ എക്സാം എഴുതിയപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ അങ്ങോട്ട് ശരിയാവണുണ്ടായില്ല. ഇപ്പോൾ രാവിലെ 8:30 എക്സാം എന്ന് പറഞ്ഞിട്ട് 12 മണിയായപ്പോഴാണ് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അത്രയും നേരം ഒന്നും കഴിക്കാതെയൊക്കെ ഒരു റൂമിലേക്ക് ഇരിക്കണമായിരുന്നു. അപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു തോന്നി. എനിക്ക് അന്നത്തെ എക്സാം എനിക്ക് ശരിയായിട്ട് അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായില്ല. ഞാൻ എന്നിട്ട് തിരിച്ച് വന്ന് ഏപ്രിൽ എക്സാം കഴിഞ്ഞ് വന്ന്
മെയ് ആദ്യം പോയി ഉടമ്പടി പുതുക്കി, ഇവിടെ വന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കി. രണ്ടാമത് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ നിയോഗം വെക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും എനിക്ക് നല്ലൊരു വീട് നൽകണേ മാതാവേ എന്നാണ് രണ്ടാമത് നിയോഗം വെക്കാറുണ്ടായത്. പക്ഷേ അന്ന് ഞാൻ ആ നിയോഗം വെക്കാൻ പോയപ്പോൾ എന്നോട് മാതാവ് എനിക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആരോ പറയണേണ്, നീ ഇത് വെക്കണ്ട, നീ വീട്, ഞങ്ങളുടെ വീടിൻ്റെ രണ്ടരികെ തോടാണ്, അപ്പോൾ ആ തോടിൻ്റെ അരികെ കെട്ടാൻ സാധിക്കണേ എന്നുള്ള രീതിയിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് എനിക്ക് അതുവരെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായില്ല. ഞാൻ അത് നിയോഗത്തിൽ വെച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളവിടെ വന്ന് താമസിച്ച് തുടങ്ങിയിട്ട് ഒരു 9 വർഷമായിട്ടുണ്ടായി. അതിനൊക്കെ തോട് പണിയാനായിട്ട് പൈസയൊക്കെ ഒപ്പിച്ച് ഒരാളുടെ അടുത്ത് കല്ലടിക്കാനായിട്ട് പൈസ കൊടുത്തിട്ട് ഒരു 2-3 വർഷമായിട്ടുണ്ടായി. ആ ചേട്ടൻ കല്ലടിച്ച് തന്നെ ഉണ്ടായില്ല, കാരണം എന്തോ പ്രശ്നങ്ങളുണ്ട്, പെർമിറ്റ് കിട്ടണില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കണമായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കി വീട്ടിലെത്തിയപ്പോഴേക്കും ആ ചേട്ടൻ ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം തന്നെ ആ ചേട്ടൻ വിളിച്ചിട്ടും പറയണേണ്, എനിക്കിപ്പം ഇങ്ങനെ അടിച്ചു തരാൻ പറ്റും, ഞാൻ വന്ന് വീട്ടിലൊന്ന് അടിച്ചു തരട്ടേന്നു. അപ്പം അപ്പിച്ചു പറഞ്ഞ് ഇല്ല, ഞങ്ങളുടെ അടുത്ത് ഇപ്പം പൈസ കിട്ടില്ല, കെട്ടാനൊക്കെ പൈസ വേണം, അപ്പം അതിന് പൈസ കിട്ടില്ല, ഇപ്പം അടിച്ചു തരണ്ട, പിന്നെ മതി എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ല, എനിക്ക് ഇപ്പം തന്നെ വന്നടിച്ചു തന്നെ എന്ന് പറഞ്ഞ് അന്ന് കല്ലടിച്ച് മെയ് മാസം ആ ഒരു ജൂൺ തൊട്ട് മഴ തന്നെ, മെയ് അവസാനം മഴ തുടങ്ങണേണ്. അതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ തോടിൻ്റെ അരികെ കെട്ടാൻ സാധിച്ച്. ആ മെയ് മാസം അവസാനം മെയ് 16-ാം തീയതി ആയപ്പോഴാണ് ഞാൻ ഏപ്രിൽ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് തന്നെ, ഗോയിത്തെ B2 എക്സാമിൻ്റെ റിസൾട്ട്. അപ്പം ഞാൻ ഒരു മൊഡ്യൂൾ പോലും എനിക്ക് പാസ്സാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം 33,000 രൂപ ഏജൻറ്റ് ഫീസും എക്സാം ഫീസൊക്കെ അടക്കം ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ടായി. അപ്പം ഞാനാണെങ്കിൽ B2 പഠിച്ചിട്ടുണ്ടായില്ല. അപ്പം എന്നോട് പഠിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ സാരമില്ല, ഞാനിത് എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതിയതാണ്. പക്ഷേ അത് കിട്ടിയില്ല എന്നായപ്പോഴേക്കും ഭയങ്കര സങ്കടമായി. എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ പറഞ്ഞ് നിനക്കിത് നിർത്തി, ഇപ്പം ഡിഗ്രി കഴിഞ്ഞതല്ലേ, PGക്ക് പോകാൻ പാടില്ല, ഇത് കിട്ടാൻ പോകണില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ആ മെയ് 16-ാം തീയതി തുടങ്ങി. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ജപമാല ചൊല്ലാൻ തുടങ്ങി. എനിക്കത് എന്താണെന്ന് അറിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ആകെ സങ്കടമായിട്ടിരുന്നപ്പോൾ ഞാൻ ജപമാല ചൊല്ലി. അന്ന് പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി സാക്ഷ്യങ്ങളൊന്നും ശരിക്കും കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും എനിക്ക് ഉടമ്പടി സാക്ഷി അയച്ചു തരുമെങ്കിലും ഞാനതൊന്നും കാണാറുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഈ ആദ്യം 2-3 ദിവസം ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു ഭയങ്കര എന്തോ ഒരു പോസിറ്റീവ് ഫീലായി. അങ്ങനെ ഞാൻ ഇങ്ങനെ യൂട്യൂബൊക്കെ എടുക്കുമ്പോഴേക്കും എനിക്കിങ്ങനെ ഉടമ്പടി സാക്ഷ്യങ്ങളൊക്കെ വന്ന് അപ്പം ഞാൻ അത് എടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് കൂടുതലും വന്നുകൊണ്ടിരുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച കുട്ടികളുടെ സാക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉടമ്പടിയിലത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും ഒരു 2ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയ ഒരാളുടെ പക്വതയോടുകൂടി ആയിരുന്നില്ല ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലായി. ഞാൻ കുറേ കാര്യങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാനും പിന്നെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഉടമ്പടി സാക്ഷ്യത്തിൽ ഒരു കുട്ടി ഇങ്ങനെ പറയണ കേട്ട്, അതായത് ഏഷ്യ 45:2-3 എന്നുള്ള വചനം, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിൽ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരും. ഈ ഒരു വചനം 55 പ്രാവശ്യം ഇങ്ങനെ എഴുതി പ്രാർത്ഥിച്ച് ആ കൊച്ചെന്ത് ചെയ്യുമ്പോഴും അവൾക്കത് നടന്ന് കിട്ടും എന്ന് ഇങ്ങനെ സാക്ഷ്യത്തിൽ ഞാൻ കണ്ടപ്പോഴേക്കും ഞാനും ആ വചനം ആദ്യം തന്നെ 55 പ്രാവശ്യം എഴുതി പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞ് ഒരു മെയ് അവസാനം 30-ാം തീയതി ഒക്കെ ആയപ്പോഴേക്കും ഇങ്ങനെ ഒരു മെസ്സേജ്, ഞാനിങ്ങനെ കുറേ ഇങ്ങനെ സ്ലോട്ടൊക്കെ എടുക്കാനായിട്ട് കുറേ ഗ്രൂപ്പിൽ ചേർന്നേച്ച്. അപ്പോൾ അതിലൊരു ഗ്രൂപ്പിൽ കണ്ടതാണ് തിരുവനന്തപുരം ഗോയിത്തേലെ എക്സാമിന് സ്ലോട്ട് എടുക്കണതിന് നമ്മൾ മെയിലാണ് അയക്കേണ്ടത്. അപ്പോൾ മെയിൽ അയക്കേണ്ട തീയതി മെയ് 31-ാം തീയതി ആയിരുന്നു. അപ്പം അന്ന് എന്നോട് പുള്ളിൽ നിന്ന് ആരോ പറഞ്ഞു, നീ അതിന് മെയിൽ അയക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ അയച്ചാൽ കിട്ടേണ്ടതല്ല, ഇപ്പം വൈഫൈ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് ഇങ്ങനെ മെയിൽ അയച്ചാൽ കിട്ടാറില്ല. പക്ഷെ ഞാൻ അത് വിശ്വസിച്ച, എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയണത് അത് ഞാൻ ഇങ്ങനെ വിശ്വസിച്ച് ഞാൻ അന്ന് മെയ് 31-ാം തീയതി 11 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഫോണിൽ ഞാൻ ഉപ്പ് വിതറി. എന്നിട്ട് ഞാൻ എൻ്റെ മെയിൽ അയച്ച്
അതൊരു ജൂൺ 10-ാം തീയതി എപ്പോഴേക്കും റിപ്ലൈ മെയിൽ വന്ന് നിനക്ക് അന്ന് എനിക്ക് ഞാൻ റൈറ്റിങ്ങും റീഡിങ്ങും ആണ് ആ സ്ലോട്ട് എടുത്തേച്ചത്. അതിലെനിക്ക് സ്ലോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് വേണ്ട, അത് സ്ലോട്ട് കിട്ടിയെങ്കിലും പോകണ്ട, കാരണം നീ നിനക്കൊന്നും അറിയാൻ പാടില്ല, നല്ലോണം പഠിച്ചിട്ട് വല്ല എവിടെയെങ്കിലും പോയി B2 പഠിച്ച് മാത്രം നീ എക്സാം എഴുതിയാൽ മതി എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് ഇതിന് ഭയങ്കര വിശ്വാസത്തോടെ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മച്ചി പറഞ്ഞ് എങ്ങനെയെങ്കിലും എക്സാം എഴുതാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് കുടുംബശ്രീയിൽ നിന്ന് ലോണൊക്കെ എടുത്താണ് അന്ന് എക്സാം എഴുതാൻ പോണത്. എക്സാമിന് സ്ലോട്ട് കിട്ടിയപ്പോൾ അത് ബുക്ക് ചെയ്ത് പൈസയൊക്കെ അടച്ച് ഞങ്ങൾ ജൂലൈയിൽ പോയി എക്സാം എഴുതി. അത് ജൂലൈയിൽ പോയി എക്സാം എഴുതുന്ന സമയത്ത് കുറേ തടസ്സങ്ങളുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വഴിയിൽ ഞാൻ ജൂലൈയിൽ എക്സാം എഴുതാൻ പോണതിനേക്കാൾ മുമ്പ്, ജൂലൈ 12-ാം തീയതി എനിക്ക് എക്സാം, അതിനേക്കാൾ മുമ്പ് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാൽ വന്നത്, പക്ഷേ ശരിക്കും ഇവിടെ വന്നപ്പോൾ അച്ഛനുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴേക്കും അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുമെന്ന് പറഞ്ഞ് ഞാനപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ വന്നപ്പോഴേക്കും ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് എഴുതണത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഒന്നും പറഞ്ഞില്ല, ചിരിച്ചുകൊണ്ട് പോവുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് ഫീലായിരുന്നു. എനിക്കിത് കിട്ടും അത്രയും ഉറപ്പ് എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ B2 എക്സാം എഴുതാൻ പോയപ്പോഴേക്കും ജൂലൈയിൽ തിരുവനന്തപുരത്ത് ഭയങ്കര ബ്ലോക്കായിരുന്നു. ബ്ലോക്കിൽ പെട്ട് കിടന്ന് കുറേ നേരം കിടന്ന് 2 മണിക്ക് എക്സാമിന് ഞാൻ 1:50 ഞങ്ങൾ ബ്ലോക്കിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷയ്ക്ക് ബസ്സിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷയ്ക്ക് കയറി അങ്ങനെയാണ് പോയത്. 1:55 ആയപ്പോൾ ഞാൻ സെൻറ്ററിൽ എത്തിയത്. പക്ഷെ അവർ കയറ്റി വിട്ടെന്നെ. എന്നിട്ടും ഞാൻ ചെന്ന് രജിസ്ട്രേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ റൂമിലോട്ടും കൊണ്ടുപോയി, റൂമിൽ എക്സാം എഴുതാനായിട്ട് കൊണ്ടുപോയി. അപ്പോഴേക്കും ഞാനൊന്നും പഠിച്ചതൊന്നും അങ്ങനെ എനിക്കൊരു ഓർമ്മ കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് ബസ്സിൽ വന്ന സമയത്ത് ഞാൻ മാതാവിനോട് വെറുതെ ചോദിച്ചു, മാതാവ് എനിക്ക് എന്താ വന്നേന്നുള്ളത് ഒന്ന് കാണിച്ചു തരുമോ, റൈറ്റിങ്ങിന് എന്താ വന്നേന്നുള്ളത് എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചെങ്കിലും ഞാനത് മറന്നു പോയിട്ടുണ്ടായി. പക്ഷേ ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും റോഡിൽ ഇങ്ങനെ CCTV എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പം ഞാൻ ആ ടോപ്പിക് കണ്ടപ്പോൾ അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനിത് റിവൈസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പം ഞാൻ ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞ് നോക്കി വെച്ചിട്ടുണ്ടായി. ഞാൻ എക്സാമിന് പോയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ടോപ്പിക്ക് അതാണ്. അത് പഠിച്ചത് തന്നെ എനിക്കത് എഴുതാൻ പറ്റി. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാനത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ എക്സാം എഴുതിയില്ല. അത് കഴിഞ്ഞ് സെപ്റ്റംബറിലോട്ടാണ് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ഓഗസ്റ്റ് അവസാനമാണ് റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ 2 മൊഡ്യൂളും ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ നോമ്പെടുത്തിട്ടാണ് എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ജൂലൈയിലും എക്സാം എഴുതി, സെപ്റ്റംബറിലും ഒക്ടോബറിലും എക്സാം എഴുതിയിട്ടുണ്ടായി. സെപ്റ്റംബറിലും ഒക്ടോബറിലും ഒരു മൊഡ്യൂൾ, ബാക്കിയുള്ള ഓരോ മൊഡ്യൂളായിട്ട് ഞാൻ സെപ്റ്റംബറും ഒക്ടോബറും എഴുതി. അപ്പം അതൊക്കെ ഞാൻ നോമ്പെടുത്തിട്ടാണ് എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരും ഏജൻറ്റ് വഴിയാണ് സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്യണം. പക്ഷേ എൻ്റെ ഏജൻറ്റ് മാതാവായിരുന്നു. കാരണം ഒരു മൊഡ്യൂൾ ബുക്ക് ചെയ്യാൻ 2000 തൊട്ട് 6000 വരെയൊക്കെയാണ് റേറ്റ് വന്നത്. പക്ഷേ ഞാനത് ഫ്രീ എനിക്ക് ആ ഒരു പൈസയെ ആയിട്ടില്ല. ഞാൻ അത് സ്വന്തമായിട്ട് ഇങ്ങനെ ഫോണിൽ മാതാവിൻ്റെ ഉപ്പ് വെതറി അതിനുശേഷം ഞാൻ മെയിൽ അയക്കുമ്പോൾ എനിക്ക് എപ്പോഴൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടുണ്ട്, സ്ലോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എക്സാം പോയി എഴുതി. എനിക്ക് ഒക്ടോബറിൽ എൻ്റെ സ്പീക്കിംഗ് എക്സാമിനും എനിക്ക് ആദ്യം കിട്ടിയ ടോപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ സെപ്റ്റംബറിൽ എക്സാം എഴുതിയപ്പോഴും അച്ഛൻ വന്ന് കണ്ടിട്ടാണ് പോയത്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയിട്ടാണ് പോയത്. അപ്പം അന്നും എനിക്ക് നല്ല പ്രതീക്ഷ, എനിക്ക് എന്തായാലും മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അച്ഛൻ ഇങ്ങനെ എൻ്റെ രജിസ്ട്രേഷൻ ഫോം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് അതും ഉറപ്പായിരുന്നു, എനിക്ക് സെപ്റ്റംബറിൽ എക്സാം ഞാൻ പാസ്സാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് അടുത്ത സ്ലോട്ട് ഒക്ടോബറിലോട്ട് ബുക്ക് ചെയ്തത്. അങ്ങനെ എനിക്ക് നല്ലോണം കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് പഠിക്കാനും പറ്റി. എനിക്ക് ആ എക്സാം കിട്ടും, അതുകൊണ്ട് ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞ് ഒക്ടോബറിലെ എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ചെയ്തത്. അങ്ങനെ ഒക്ടോബറിലെ എക്സാം സ്പീക്കിംഗ് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ടോപ്പിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല, പുതിയ ടോപ്പിക്കായിരുന്നു. അപ്പോൾ ആ ടോപ്പിക്ക് ഞാനിങ്ങനെ പതിയെ പറഞ്ഞുകൊണ്ടിരുന്ന, അതായത് കുറച്ച് സ്ലോ ആക്കും, നിർത്തി പോകുന്നുണ്ടായി എനിക്ക്, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ എക്സാമിനേഴ്സ് എന്നോട് പറഞ്ഞു, ഇയാൾ സ്റ്റോപ്പ് ചെയ്തോ, കുട്ടി സ്റ്റോപ്പ് ചെയ്തോ, അടുത്ത ഇനി പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒപ്പീനിയൻ പറഞ്ഞ് നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് എക്സാം കിട്ടൂലേന്നായിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ
കാശരൂപം ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാശരൂപത്തിൽ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് നോക്കിക്കോളണേന്ന് പ്രാർത്ഥിച്ച്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടോപ്പിക്കൊക്കെ ഡിസ്കഷനാണ്, നമ്മൾ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പം അതെനിക്ക് നല്ലോണം തന്നെ പറയാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ എക്സാം പാസ്സാവാനായിട്ട് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോഴേക്കും ഞാൻ പാസ്സായിട്ടുണ്ടായി. അപ്പം ഒക്ടോബറിൽ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് കൃപാസനത്തിൽ വന്നത്. ഞാൻ അഖണ്ഡ ജപമാല ഉള്ള കാരണം ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് കൂടാനായിട്ട് ഉള്ള കാരണം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് അഖണ്ഡ ജപമാല റാലിക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്ന്. അപ്പം ഞാൻ റാലിക്ക് പങ്കെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കടൽ തീരത്തിൻ്റെ ആ സൈഡ് കഴിഞ്ഞ് നടന്നു പോണ സമയത്ത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മുകളിൽ നിന്ന് തേങ്ങ വീഴുന്നു. തേങ്ങ എൻ്റെ ദേഹത്തൊന്നും തൊടാതെ ഇങ്ങനെ മുടിയുടെ ഇതിൽ കൂടെ വീണ് താഴത്തോട്ട് വീഴണം. അപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ പറഞ്ഞ് മാതാവ് കൂടെ ഉണ്ടല്ലോ, മാതാവ് കാത്താണ്, അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞപ്പോഴേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ബാക്കി കൂടെയുള്ളവരൊക്കെ മാതാവ് കൂടെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഒക്ടോബർ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേക്കും നവംബറിൽ ഇങ്ങനെ സിസ്റ്റേഴ്സ് വഴിയായിട്ട് ജർമ്മനിയിലോട്ട് പോവാൻ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് എടപ്പള്ളിയിൽ. അപ്പോൾ അത് വന്ന് കൂടാനായിട്ട് ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞ്. അതിന് ഞാൻ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കണേ. എക്സാം റിസൾട്ട് വന്നേക്കാളും മുമ്പായിരുന്നു ഇൻ്റർവ്യൂ. നവംബർ 20 ഇൻ്റർവ്യൂ ആയിരുന്നു. അത് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. 100-ലധികം പിള്ളേർ ഉണ്ടായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് നവംബർ അവസാനം 30 ആയപ്പോഴാണ് റിസൾട്ട് വന്നത്. ഞാൻ സ്പീക്കിങ്ങും പാസ്സായി. ഞാൻ 4 മൊഡ്യൂളും കുറഞ്ഞ സമയം കൊണ്ടാണ് എനിക്ക് മാതാവ് പാസ്സാക്കി തന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് ഡിസംബർ 10 ആയപ്പോഴേക്കും ഞാൻ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ ജർമ്മൻസ് 3 ജർമ്മൻസ് വന്നാണ് ഇൻ്റർവ്യൂ എടുത്തത്. അവിടെ നിന്ന് എനിക്ക് ജർമ്മനിയിൽ നിന്ന് മെയിൽ വന്ന് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സെലക്ട് ആയിട്ടുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ് ചെയ്യാനായിട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനൊരു ഇൻ്റർവ്യൂവും കൂടി ഉണ്ട്. അത് ജനുവരിയിലായിരിക്കും. ജനുവരി ആദ്യം തന്നെ നിങ്ങൾക്ക് ജർമ്മനിയിലോട്ട് വരാൻ സാധിക്കും എന്നുള്ള രീതിക്ക് മെയിൽ വന്ന്. പക്ഷേ ഒരു ജനുവരി പകുതിയൊക്കെ കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈയും അതിനെക്കുറിച്ച് വേറൊരു വിവരവും ഇല്ല. ഞാൻ അവർക്ക് തിരിച്ചങ്ങോട്ട് മെയിൽ അയച്ച് ഇങ്ങനെ എന്താ ഇനി എപ്പോഴായിരിക്കും ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് മെയിൽ അയച്ചിട്ടും തിരിച്ച് റിപ്ലൈ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തോന്നി. അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ശരിക്കും. അപ്പോൾ എന്നോട് ഒരു സിസ്റ്റർ പറഞ്ഞു, മോൾ ഇത് നോക്കി നിൽക്കേണ്ട, വേറെ ഏജൻസിക്ക് കൊടുത്ത് പോകാൻ നോക്കുമെന്ന് പറഞ്ഞ്. എന്നാലും ഇത് കിട്ടണമെങ്കിൽ നല്ലതായിരുന്നല്ല എന്ന് വിചാരിച്ച് നിന്ന്. പക്ഷേ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേറൊരു ഏജൻസി കൊടുത്ത്. എന്നാലും എനിക്ക് വിഷമമായിരുന്നു. കാരണം ഇനി ഇത് വേറെ ഏജൻസി കൊടുത്ത് പ്രോസസ്സിങ് തുടങ്ങി ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കതൊരു വിഷമവുമില്ല എന്ന്. കാരണം അത്രയും പൈസ കയ്യിൽ നിന്ന് പോകും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഇത് കിട്ടില്ല എന്നാണെങ്കിൽ അതിനെ ബന്ധപ്പെടുത്തി എന്തെങ്കിലും എനിക്ക് അറിയാൻ സാധിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചേച്ച്. അപ്പം എൻ്റെ കൂടെ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയ വേറൊരു കൊച്ചുണ്ടായി. അവനും മെയിൽ അയച്ചിട്ടുണ്ടായി. അവന് റിപ്ലൈ കിട്ടിയിട്ടുണ്ടായി. നിങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾക്ക് സീറ്റ് തരാനായിട്ട് ഇവിടെ സീറ്റ് ഇല്ല എന്നുള്ള അങ്ങനെ ഒരു മെസ്സേജ് അവന് കിട്ടി. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും സമാധാനമായി. അത് കിട്ടിയില്ല, അത് ഇപ്പോൾ വേറെ ഏജൻസി കൊടുത്തു. അങ്ങനെ സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ജനുവരി അവസാനമാണ് ഏജൻസി കൊടുത്തത്. ഏജൻസി കൊടുത്ത് ഫെബ്രുവരി അവസാനമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഒരു ഇൻ്റർവ്യൂ തന്ന്. അതായത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഏജൻസികളിലൊക്കെ 1-2 ഇൻ്റർവ്യൂ കിട്ടുള്ളൂ. എനിക്ക് 5 ഇൻ്റർവ്യൂ വരെ ഒരു പെട്ടെന്ന് തന്നെ 5 ഇൻ്റർവ്യൂ ആണ് എനിക്ക് കിട്ടിയത്. മൂന്നാമത്തെ ഒരാഴ്ച 5 ഇൻ്റർവ്യൂ അങ്ങനെയായിരുന്നു. മൂന്നാമത്തെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി പ്രോസസ്സിങ് തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് ലാഗായിരുന്നു. പക്ഷേ ജൂൺ അവസാനമായപ്പോഴേക്കും ഏജൻസി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിസക്ക് VFSൽ സ്ലോട്ട് എടുക്കാൻ പോണേണ്. അപ്പോൾ അതിനുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ മാതാവ് വഴിയായിട്ട് ഞാൻ കുറേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും ഞാൻ മേടിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അതൊക്കെ ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് അതൊക്കെ മേടിച്ച് വെച്ച് മെയ് മാസം മേടിച്ച് വെച്ച് ജൂണിൽ എന്നോട് അവർ വിസക്ക് വെക്കാനായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ ചോദിച്ച് അതൊക്കെ അയച്ചു കൊടുത്ത് ജൂലൈ 10 ഞാൻ VFSൽ പോയി എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്ത്. അവിടേക്കും പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഞാൻ അവിടേക്ക് പോകുമ്പോഴും വിശുദ്ധ തൈലം എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ തേച്ചിട്ടാണ് ഞാൻ
എൻ്റെ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തത്. അപ്പം എനിക്ക് മാതാവ് തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ എന്നോട് ഏജൻസി പറഞ്ഞത് ഒരു 10-ാം തീയതി ഇപ്പോൾ വിസ ആപ്ലിക്കേഷൻ വെച്ച് ഒരു 30 ദിവസമെങ്കിലും എടുക്കും എന്തെങ്കിലും അറിയാനായിട്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊരു 15 ദിവസമായപ്പോഴേക്കും എനിക്ക് മെയിൽ വന്ന് VFSന്ന് അവിടെ നിന്ന് ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞ് 20 ദിവസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഡിഗ്രി കഴിഞ്ഞത് കാരണം ഏജൻസി പറഞ്ഞത് കോൺഫിഡൻസ് ഇല്ല ഞങ്ങൾക്ക്, ഡിഗ്രി ഉള്ള കാരണം നേഴ്സിംഗ് വിസ കിട്ടാൻ പാടായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായി. എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത്, ഞാൻ വൃദ്ധസദനത്തിൽ പോയി ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുമായിരുന്നു. അവിടെ അമ്മമാരെ അവരുടെ നഖം വെട്ടി കൊടുക്കും, അവരെ കുളിപ്പിച്ച് കൊടുക്കും, അങ്ങനെ അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കുമ്പോൾ തുടങ്ങിയാണ് ഞാൻ പത്രം ശരിക്കും പറഞ്ഞാൽ കൊടുത്തു തുടങ്ങിയത്. ആദ്യമൊക്കെ ഞാൻ പള്ളിയിൽ കൊടുക്കും, പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ വീടുകളിൽ കൊടുക്കും, ബസ് സ്റ്റാൻഡിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിത്തന്ന എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിന് എൻ്റെ കൃപാസനമൊക്കെ ഞാൻ 1000 നന്ദി പറയുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഞാനിവിടെ നിൽക്കാനായിട്ട് ഒട്ടും യോഗ്യതയല്ല. കാരണം ഞാൻ വിചാരിച്ചത് എൻ്റെ ഉടമ്പടി ജീവിതം നിർത്താമെന്ന്. കാരണം ഞാൻ ഒട്ടും നല്ല രീതിയിലല്ല കൊണ്ടുപോയിരുന്നത്. ആദ്യമൊക്കെ നല്ല രീതിയിലായിരുന്നു. പിന്നെ എനിക്ക് PCODയുടെ സ്റ്റാർട്ടിങ് എന്നൊരു അസുഖം വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡൗണായി. അപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഇല്ലാന്ന് ഞാൻ വളരെയധികം വിചാരിച്ചു പോയി. അപ്പോൾ എനിക്ക് ഉടമ്പടി ഇനി വേണ്ട, ഒന്നും വേണ്ടാന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിറ്റി, അതായത് നിങ്ങൾ തന്നെ കാണാത്ത പക്ഷേ മാതാവും ഈശോയും കാണുന്ന ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ക്വാളിറ്റി കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷിയാണ്. ഞാൻ ആദ്യമായിട്ട് സാക്ഷി എടുത്തത് 2022 ഫസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്സിൽ നടന്നത് ടീച്ചിങ് പ്രാക്ടീസ് നടന്നായിരുന്നു. ക്ലാസ് റൂം ടീച്ചിങ് പ്രാക്ടീസ്. ഞാനൊരു പോസ്റ്റ് BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ലല്ലോ, ഇംഗ്ലീഷിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുമ്പോൾ നല്ല സ്ഫുടതയോടെ എടുത്താൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് എഴുതുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ മറ്റുള്ളവരെ മുന്നിൽ സംസാരിക്കുമ്പോൾ എനിക്ക് വളരെയധികം ഭയമാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഞാൻ ഇത്ര ആൾക്കാരുടെ മുന്നിൽ ഫേസ് ചെയ്തിട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയതിന് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് മറ്റുള്ളവരെ മുന്നിൽ തല താഴ്ത്താൻ പറ്റില്ല, എനിക്ക് മാർക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവണം, എന്നെ ഒരിക്കലും മറ്റുള്ളവർ മുന്നിൽ നാണം കെടുത്തരുതെന്ന് പറഞ്ഞ് ഞാൻ കാശിരൂപം മുറുകെ പിടിച്ച് വിശുദ്ധ കുരിശ് വരച്ച് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. ഞാൻ മാതാവ് എൻ്റെ അധരങ്ങളിലൂടെ സംസാരിക്കാറുന്നു. നല്ല രീതിയിലാണ് ഞാൻ ക്ലാസ് എടുത്തത്. ബാക്കി എൻ്റെ ക്ലാസ്സിൽ 11 പേരാണ്. അതിൽ 10 പേർക്ക് പോസിറ്റീവിൻ്റെ ഒപ്പം തന്നെ അവർക്കുണ്ടായ നെഗറ്റീവ്സ് ടീച്ചർ പറഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ നെഗറ്റീവ്സ് ഒന്നും പറഞ്ഞില്ല, എൻ്റെ പോസിറ്റീവ് മാത്രം പറഞ്ഞുള്ളൂ. അത് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് എനിക്ക്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കോളേജിൽ ENLSൻ്റെ, അതായത് എമർജൻസി നഴ്സിംഗ് ലൈഫ് സപ്പോർട്ടിൻ്റെ ഒരു എക്സാം ഉണ്ട്. അത് ഇങ്ങനെ നമ്മൾ 7,000 രൂപയോളം നമ്മൾ അടച്ചിട്ട് എഴുതുന്ന എക്സാം. അതിന് പാസ്സായില്ലെങ്കിൽ നമ്മൾ 2ാമത് എക്സാം എഴുതേണ്ടി വരും. അത് ഓറലുണ്ട്, റിട്ടേണുണ്ട്. റിട്ടേൺ നമുക്ക് പാസ്സാക്കി എടുക്കാനായിട്ട് സാധിക്കും. വെറുതെ നമ്മൾ ഫോൺ വഴി നമ്മൾ എക്സാമിന് ആൻസർ ചെയ്താൽ മതി. പക്ഷേ വെർബലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ മുന്നിൽ നമ്മൾ പരസ്പരം നഴ്സുമാരെങ്ങനെ സംസാരിക്കുന്നോ, ഒരു എമർജൻസി കേസ് വരുമ്പോൾ എങ്ങനെ സംസാരിക്കണോ അതുപോലെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം. അപ്പോഴും ഞാൻ എന്തോ എനിക്ക് പറ്റില്ലായിരുന്നു, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. കാരണം മറ്റുള്ളവർ മുന്നിൽ, കാരണം ഇംഗ്ലീഷ് പറയണ നന്നായി ഫ്ലുവൻ്റായി പറയണ കുറേ പിള്ളേരുണ്ട്. അവരുടെ മുന്നിലെല്ലാം നമ്മൾ നാണം കിടുമ്പോൾ ഭയങ്കര, അതുപോലെ തന്നെ എക്സാം തോറ്റ് കഴിയുമ്പോൾ അത് അവരുടെ മുന്നിലായിരിക്കും നമ്മളുടെ പേരെടുത്ത് പറയവർ. ഇന്ന പേര് ഇത്രയും പേരെ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവും നമ്മൾ അതിൽ ഫെയിലായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു, എന്നെ ഒരിക്കലും ഫെയിലാക്കരുത്, എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റണം, നല്ല രീതിയിൽ എനിക്ക് സംസാരിക്കണം, അതുപോലെ എനിക്ക് എക്സാം പാസ്സാവണം. അമ്മ മാതാവ് എൻ്റെ കൂടെ. ഞാൻ എവിടെ പോയാലും കാശിരൂപം മറക്കില്ല. കാരണം കാശിരൂപം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ധൈര്യമാണ്.
എനിക്ക് ഒന്നില്ലെങ്കിലും, കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എൻ്റെ ഒരു അവസ്ഥ, എൻ്റെ ഒരു മെറിറ്റ് കൊണ്ട് എനിക്ക് ഒന്നും കിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ എൻ്റെ ENLS എക്സാമിന് ഞാൻ പാസ്സായി. അങ്ങനെ മാതാവിനെ അതിൽ നിന്നും എന്നെ രക്ഷിച്ചു, ആ എക്സാമിൽ നിന്ന്. അതുപോലെ തന്നെ എനിക്ക് എക്സാം വരാറായി. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ മാസത്തിലായിരുന്നു. ആ സമയത്താണ് എനിക്ക് PCODയുടേതായ സ്റ്റാർട്ടിങ് വന്നത്. അതായത് ഓവർ ബ്ലീഡിങ് ആയി തുടങ്ങി. അപ്പോൾ ആദ്യത്തെ 3 എക്സാം എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ബാക്കി 2 എക്സാം ക്രിസ്മസിന് ശേഷമായിരുന്നു. ആ സമയത്താണ് എൻ്റെ പീരീഡ്സ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എനിക്ക് അറിഞ്ഞൂടാ, വേദന കൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് കണ്ടായിരുന്നു. ഞാൻ അത്രയും, എനിക്ക് എഴുന്നേൽക്കാനോ കിടന്നുറങ്ങാനോ ഒന്നും പറ്റണില്ല. അപ്പം ഞാൻ എങ്ങനെ ഇരുന്ന് പഠിക്കും? ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടാ. ആ ഒരു അവസ്ഥയിലൂടെ നടക്കുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ എങ്ങനെ എക്സാം ചെയ്തു അമ്മേ, എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് പഠിക്കാൻ പറ്റണില്ല. ആ ആദ്യത്തെ എക്സാമിൻ്റെ സമയത്ത് എൻ്റെ 2ാമത്തെ ഡേ എന്തായിരുന്നു പീരീഡ്സിൻ്റെ ഓവർഫ്ലോ. കാരണം കുളിക്കുമ്പോഴൊക്കെ, ഇപ്പം നമ്മൾ കുളിച്ച് തോർത്തുമ്പോഴൊക്കെ തോർത്ത് കഴിയണ്ട അപ്പോഴേക്കും ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്കവിടെ നിൽക്കാനൊന്നും പറ്റണില്ല, അത്ര ഓവർഫ്ലോ ആയിരുന്നു. ഞാൻ മിനിറ്റിന് അതായത് 5 മിനിറ്റ് കൂടുമ്പോഴാണ് ഞാൻ പാഡ് മാറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെ എക്സാമിന് ഞാൻ പോയി. എക്സാം ഞാൻ കരഞ്ഞുകൊണ്ട് പോണത്, ഒന്നും പഠിച്ചിട്ടില്ല എക്സാമിന്. അതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ട് മാതാവിനോട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു സബ്ജക്റ്റിന് എനിക്ക് ഡിസ്റ്റിങ്ഷൻ വേണം, അതുപോലെ തന്നെ എനിക്കൊരു സബ്ജക്റ്റിന് 2nd റാങ്ക് വേണം. എനിക്കറിയാം എനിക്ക് കിട്ടില്ല, പക്ഷേ എനിക്ക് എന്തോ തോന്നിച്ചു, ഞാൻ വെച്ചു. അതുപോലെ എക്സാമിൻ്റെ സമയത്തായപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റണില്ല. കാരണം ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയോ പോയി എക്സാം എഴുതി. എക്സാം എഴുതുമ്പോഴും ഞാൻ എല്ലാ എക്സാമിനും ഉടമ്പടിയുടെ ഉപ്പ് കൊണ്ടുപോയിട്ട് ഞാൻ എല്ലാ എക്സാമിന് തുടക്കത്തിൽ എല്ലാ പേപ്പറിൻ്റെ ബുക്ക്ലെറ്റിൻ്റെ എല്ലാ അട്ടിയുടെ ഉള്ളിലിടും. അതുപോലെ തന്നെ എക്സാമിന് ശേഷം ഞാൻ കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പ് വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. എക്സാം എഴുതിയ ശേഷം ഞാൻ മാതാവിനോട് എപ്പോഴും പറയും, എനിക്കൊരു 15 മിനിറ്റ് സമയം വേണം. ആ 15 മിനിറ്റ് സമയത്തിൽ എനിക്ക് ഒന്നും കൂടിയും റിവൈസ് ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ എനിക്ക് കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കും വേണം, ഉപ്പിടും വേണം എന്ന് പറഞ്ഞു. മാതാവ് എനിക്ക് അതുപോലെ തന്നെ എല്ലാ പരീക്ഷയ്ക്കും 15 മിനിറ്റ് എനിക്ക് ബാക്കി തരും. അങ്ങനെ അത് എക്സാമിന് ഞാൻ കരഞ്ഞാണ് ഇറങ്ങിയത്. കാരണം എനിക്ക് ഓവർ ബ്ലീഡിങ് കാരണം ഞാൻ എക്സാമിന് സമയത്ത് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എക്സാമിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ഇരുന്ന സ്ഥലത്തിൽ കസേരയിൽ മൊത്തം ബ്ലീഡിങ് ആയിരുന്നു, ബ്ലഡ് നിറഞ്ഞായിരുന്നു, എൻ്റെ ഡ്രസ്സിലായിരുന്നു. ഞാൻ കരഞ്ഞാണ് ഇറങ്ങിയത്. ഞാൻ വിചാരിച്ചു ഞാൻ തോറ്റു പോകുന്നു. കാരണം മാതാവിനോട് ഡിസ്റ്റിങ്ഷനും 2nd റാങ്കൊക്കെ ചോദിച്ചു. അതോടുകൂടി എനിക്ക് മതിയായി. ഞാൻ വിചാരിച്ചു ഞാൻ തോൽക്കും, ഞാൻ ഇനി എന്തായാലും പാസ്സാവില്ല എന്ന്. അങ്ങനെ ആ 2 എക്സാമും സങ്കടപ്പെട്ടാണ് എഴുതിയത്. അതിനുശേഷം എൻ്റെ പ്രാക്ടിക്കൽ എക്സാം വന്നു. പ്രാക്ടിക്കൽ എക്സാമിൽ കമ്മ്യൂണിറ്റിയിൽ ആദ്യം മിസ് പെട്ടെന്നായിരുന്നു കയറി വന്നത്. എനിക്കൊന്നും പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റിയില്ല. പെട്ടെന്ന് വന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇതായി, എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ മാധവന് പറഞ്ഞു, എൻ്റെ അടുത്ത് പെട്ടെന്ന്, അതായത് ഇൻറ്റേർണൽ വന്നത്, ഇൻറ്റേർണലായത് ഞങ്ങളുടെ മാമായിരുന്നു, പക്ഷേ എക്സ്റ്റേണൽ വരുമ്പോൾ എനിക്ക് നന്നായിട്ട് ഒരുങ്ങി നിൽക്കണം, എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഞാൻ ഉടമ്പടി ഉപ്പ് എടുത്തിട്ട് കുറച്ചെടുത്ത് കഴിച്ചു, എന്നിട്ട് തൈലം നെറ്റിയിൽ പൂശി. എന്നിട്ട് സാറ് വന്നപ്പോൾ എന്നോട് ഭയങ്കര സിമ്പിളായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. സാറ് പോയി. അതുപോലെ തന്നെ സൈക്യാട്രി എക്സാം, കമ്മ്യൂണിറ്റി പോലെയുള്ള സൈക്യാട്രി, നമുക്ക് പേഷ്യൻസിനോട് ചോദിച്ചിട്ട് അതനുസരിച്ച് വേണം നമ്മൾ ഡിസീസ് കണ്ടീഷൻ കണ്ടെത്താനായിട്ട്. പക്ഷേ നമ്മൾ സൈക്യാട്രി പേഷ്യൻസാണ്, നോർമൽ പേഷ്യൻസ് പോലെയല്ല സൈക്യാട്രി പേഷ്യൻസ്. അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവരതിനനുസരിച്ച് നമ്മളോട് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട്, മാതാവ് എൻ്റെ അടുത്ത് വരണം, മാതാവ് എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. അപ്പോൾ ആ സമയത്ത് ഒരു ഇൻറ്റേർണൽ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ പച്ച ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്, പച്ച ചുരിദാർ. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവാണ് എൻ്റെ അടുത്ത് വരണേന്ന്. മാതാവിനോട് ഞാൻ വരണമെന്ന് പറഞ്ഞ് മാതാവ് ആ ഡോക്ടറിൻ്റെ രൂപത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്താ കണ്ടീഷൻ? ഡോക്ടർ എനിക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നു. അതൊരു മലയാളി ഡോക്ടറും കൂടിയായിരുന്നു. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിനുശേഷം വൈവ എക്സാം കഴിഞ്ഞ് വൈവയുടെ ടൈമായപ്പോൾ ഇൻ്റേർണൽ ഞങ്ങളുടെ സാറ് ഭയങ്കര എന്താ പറയുക, റൂഡാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സാറിൻ്റെ അടുത്ത് കുറച്ച് ഞാൻ ഭയങ്കര നെർവസ് ആയിട്ടിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, എക്സ്റ്റേണൽ സാറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാനിങ്ങനെ ആവരുത്, അമ്മ മാധവ് അവിടെ വരണം, ഡോക്ടറിൻ്റെ രൂപത്തിൽ വന്ന പോലെ തന്നെ അമ്മ മാധവ് എക്സ്റ്റേണൽ സാറിൻ്റെ അടുത്ത് വരണം. അതുപോലെ തന്നെ മാതാവ് വന്നു. ആ സാറിട്ടുണ്ട് വന്നത് ഒരു ഗ്രേ കളർ, അതായത് അമ്മ മാതാവിൻ്റെ അതേ ഡ്രസ്സിൻ്റെ കളറിലാണ് വന്നത്. എനിക്ക് വളരെ, സാറിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നോട് ആകെ ചോദിച്ചത് എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷനും പിന്നെ എനിക്കറിയാവുന്ന 2 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം എൻ്റെ അടുത്ത് വന്നു, എന്നെ സഹായിച്ചു. കാരണം സഞ്ചാരി മാതാവ് എന്ന് പറയുന്നത്
വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലായിരുന്നു മാതാവിൻ്റെ അടുത്ത് വന്നത് ആ 2 സമയത്തും. അതുപോലെ തന്നെ ആ എക്സാം കഴിഞ്ഞു. പിന്നെ വീട്ടിലോട്ട് പോകുന്ന സമയപ്പോഴേക്കും ഞങ്ങളുടെ റിസർച്ച് വർക്ക് നടക്കണ്ടായിരുന്നു. റിസർച്ച് പ്രോജക്റ്റ് 1 വർഷമായിട്ടും എല്ലാ ബാച്ചുകളിൽ കഴിഞ്ഞു. ഞങ്ങൾക്ക് എപ്പോഴും കറക്ഷൻസാണ് ഈ ടീച്ചർ തന്നിട്ടിരുന്നത്. മിസ്സിനോട് ഞങ്ങൾ പോയി പറയുമ്പോഴും മിസ്സ് അതിൽ ഓരോന്ന് കഴിയുമ്പോൾ പിന്നെ കറക്ഷൻസ് തരും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇങ്ങനെ പറ്റില്ല, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളും കൂടിയിട്ട് ഉടമ്പടി തൈലവും ഉപ്പിട്ടിട്ട് ഞങ്ങളുടെ റിസർച്ച് പ്രൊജക്റ്റ് പ്രാർത്ഥിച്ച് ഞങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്ത് ആ 1 വർഷം ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടന്നത്. ഒരു മാസം എന്ന് പറയാൻ പറ്റില്ല, ഒരാഴ്ചയിൽ പെട്ടെന്നായിരുന്നു ഓരോന്നും കറക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്നാണ് ഞങ്ങളുടെ റിസർച്ച് പ്രൊജക്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. അമ്മ മാതാവ് അവിടെ വളരെയധികം ഇടപെട്ടു. അതുപോലെ എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു. അപ്പോൾ എനിക്ക് ഈ PCOD വന്നേ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങി. ഈ ഹോർമോണിൻ്റെ ചേഞ്ചസ് എനിക്ക് വരാൻ തുടങ്ങി. പക്ഷെ ഞാൻ ആരോട് പറഞ്ഞാലും അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ എനിക്ക് കൂടുതലായിട്ട് കരച്ചിൽ വരാൻ തുടങ്ങി, പിന്നെ ദേഷ്യം വരാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനും എല്ലാത്തിനും ഭയങ്കര മടിയായിരുന്നു. എല്ലാത്തിനും ഞാൻ ഒറ്റപ്പെട്ട് എപ്പോഴും കരയും. അങ്ങനെ എൻ്റെ അമ്മോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞു, എന്തിനാ നീ കരയണേ, എന്തോരം പിള്ളേർക്കുണ്ട്, നീ വിഷമിക്കാണ്ടിരിക്കുന്നു പറഞ്ഞു. എൻ്റെ അമ്മ ജോലി ചെയ്യണ അവിടുത്തെ ആ ചേച്ചിയും പറഞ്ഞു, അവളോട് വിഷമിക്കേണ്ടെന്ന് പറയും, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥനയൊക്കെ ഭയങ്കര ഇതായിട്ട് നടന്നത്. അപ്പോഴാണ് എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോക്കുമെന്ന് വിചാരിച്ചത്. കാരണം പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു. അപ്പോൾ മാതാവ് എന്തായാലും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഡിസ്റ്റിങ്ഷനൊന്നും തന്നില്ലെങ്കിലും മാതാവ് എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ഞാൻ തോക്കുമെന്ന് വിചാരിച്ച് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അതിനുശേഷം അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ് കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയവർക്കൊക്കെ ആയിരിക്കും റാങ്ക് കിട്ടണത്, കാരണം അത്രയും മാർക്ക് വേണം റാങ്ക് കിട്ടണമെങ്കിൽ. പക്ഷേ കർണാടകയിൽ ഇത് അവിടെ നിന്നാണ് എടുക്കുന്നത്. കർണാടകയിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ബേസ് എക്സാം ചെയ്ത് കുറേ കോളേജുണ്ട്. ആ കോളേജിൽ 10ാമത്തെ റാങ്കോട് കൂടി ഞാൻ പാസ്സായി. അത് ഞാൻ ഫസ്റ്റ് ഇയറിൽ കരഞ്ഞ് എക്സാം എഴുതി ഇറങ്ങിയ ഒരു സബ്ജക്റ്റിനായിരുന്നു എനിക്ക് 10ാമത്തെ റാങ്ക് കിട്ടിയത്. എനിക്ക് കിട്ടിയതാണ് ഷീൽഡ്. എൻ്റെ ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയവർക്ക് വരെ കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ട് വരെ എനിക്ക് മാതാവ് 2ാമത്തെ റാങ്കൊന്നും തന്നെ കിട്ടില്ല എന്ന് വിചാരിച്ച് എനിക്ക് 10ാമത്തെ റാങ്കാണ് മാതാവ് എനിക്ക് തന്നത്. അതിനുശേഷം എന്നിട്ടും ഞാൻ പ്രാർത്ഥനയോട്ട് വന്നു. ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു ഞാൻ എന്തായാലും വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, ഞാൻ അങ്ങനെ ഇതാക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ എൻ്റെ ജീവിതം പിന്നെയും തെറ്റായ രീതിയിലോട്ട് പോകാൻ തുടങ്ങിയത്. നല്ലൊരു പ്രാർത്ഥന പോയിരുന്നത്. എൻ്റെ അമ്മയും എല്ലാവരും ചോദിക്കും, നീ നന്നായി പ്രാർത്ഥിച്ചിരുന്നതാ, എന്തുകൊണ്ട് നീ ബാക്കോട്ടെ? ഞാൻ പറയും, ഞാൻ ശരിയാക്കിക്കോളാം, ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ശരിയാക്കിക്കോളാം. പക്ഷേ എനിക്ക് ഒന്നിനോടും ഒരു ഇതുണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അസുഖമൊക്കെ ഒന്ന് മാറി കിട്ടണം, എനിക്ക് പറ്റണില്ല, എനിക്ക് മെഡിസിൻ എടുക്കാൻ പറ്റില്ല. അതിനുശേഷം ഞാനായിട്ട് സ്വയം ഡോക്ടറെ കാണൽ നിർത്തി. അതിനുശേഷം ഡോക്ടറെ കാണാൻ നിർത്തിയ ശേഷം ഞാൻ മെഡിസിൻ ഒന്നും എടുക്കാതെ തന്നെ ഇപ്പോൾ 2-3 മാസമായിട്ട് ഞാൻ പീരീഡ്സ് ആവണുണ്ട്. എനിക്ക് യാതൊരു പ്രശ്നങ്ങളും മാതാവ് എനിക്ക് ഇതുവരെയായിട്ട് തന്നിട്ടില്ല, വേദനയോ ഒന്നും തന്നിട്ടില്ല. അതിനുശേഷമാണ് എനിക്ക് ഈ മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. പക്ഷേ മാതാവ് എനിക്കത് കൺട്രോൾ ചെയ്യാനുള്ള ഇത് തന്നു തുടങ്ങി. പക്ഷേ ഞാൻ ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതാക്കും. പക്ഷേ കൂടുതൽ അതിൽ നിന്ന് മാറാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തായാലും ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അച്ഛൻ പറഞ്ഞ പോലെ ആ ധ്യാനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ ഒരു ക്വാളിറ്റി ഉണ്ട്. മാതാവിനെ വിളിക്കണം. കാരണം എൻ്റെ അടുത്ത് എപ്പോഴും മാതാവിനോട് ഇങ്ങനെ ഇപ്പോൾ ഉടമ്പടി ധ്യാനം കൂടിയില്ലെങ്കിൽ, പിന്നെ കാലത്തെ ഡെയിലി ബ്രെഡ് കൂടിയില്ല, എന്നോട് പറയും കൂടുമോളെ, എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനത് കൂടണ വരെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ പ്രാർത്ഥന എത്തിച്ചില്ലെങ്കിൽ എന്നോട് പറയും പ്രാർത്ഥന എത്തിക്കുക. എന്നോട് ഞാനത് എന്താ ചെയ്യണ വരെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചെവിട്ടിൽ ഇങ്ങനെ ആ ഒരു മുഴക്കം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഞാൻ ആ കാര്യം ചെയ്യണ വരെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ അനിയത്തിയായിട്ട് കഴിഞ്ഞ മാസം ഇവിടെ വന്നിട്ട് ഉടമ്പടി ഇന്നാണ് ഞാൻ പുതുക്കിയത്. പക്ഷെ അന്ന് വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി നല്ല ജീവിതത്തിലൂടെ കൊണ്ടുപോകാമെന്ന് ഞാൻ മാതാവിനും ഈശോയ്ക്കും പറഞ്ഞിട്ടാണ് എന്നോട് പോയത്. അതിനുശേഷം ഞാൻ എൻ്റെ കുടുംബ പ്രാർത്ഥനയെല്ലാം ഞാൻ വിശുദ്ധയാണ്. ഞാൻ എത്ര നാൾ ചൊല്ലിയ പോലെയല്ല, ഞാൻ ഓരോ ജപമാല ചൊല്ലുമ്പോഴും അത് ഓരോ വ്യക്തതയോട് കൂടി ചെല്ലാൻ തുടങ്ങി. പണ്ടൊക്കെ കഷ്ടപ്പെട്ട് ചൊല്ലണ പോലെയാണ് ഞാൻ പ്രെയർ ചൊല്ലും. പക്ഷേ ഇപ്പോൾ ഞാൻ പ്രെയർ ചൊല്ലുമ്പോൾ മുട്ടുകുത്തി പ്രെയർ ചൊല്ലും. അതുപോലെ കൈകൾ വിരിച്ച് വെച്ച്, അതായത് ജപമാലയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ജപമാലയ്ക്ക് കൊടുത്തു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അലസ്തപൂർവ്വം നിന്ന് ഞാനിപ്പോൾ വിശുദ്ധിയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ വിശുദ്ധ കുർബാന കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ
എൻ്റെ ചേച്ചിയുടെ കൊച്ച് ബൈബിൾ ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ അവളെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരാതെ അവിടെ തന്നെ അവളുടെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലിരിക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാ വെറുതെ ഇവിടെ ഇരുന്ന് സംസാരിക്കണേ, അതിന് പകരം ആ പള്ളിയിൽ പോയിരുന്ന് മാതാവായിട്ട് ഈശോയായിട്ട് ഇരുന്ന് സംസാരിച്ചു. ഞാനിപ്പോൾ ചെയ്യേണ്ടത് അവളുടെ ക്ലാസ് തുടങ്ങുന്നത് 9:45, പിന്നെ അവളുടെ ക്ലാസ് കഴിയുന്നത് 11 മണിക്കാണ്. ആ ഒരു സമയം ഞാൻ എൻ്റെ ഈശോയ്ക്ക് മാതാവിന് വേണ്ടി മാത്രമായിട്ട് സമയം മാറ്റി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ മാത്രമാണ് ആ ഒരു സമയത്ത് ഞാൻ മനുഷ്യന്മാർക്കാണ് ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള സ്ഥാനം കൊടുത്തിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പോഴല്ല, എനിക്ക് ആ ഒരു അവസ്ഥ വന്നേ പിന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഈശോയും മാതാവാണ്. ഞാൻ എൻ്റെ എന്ത് കാര്യങ്ങളെയും ഞാൻ പൊട്ടി കരയണത് വരെ ഞാൻ അവരുടെ മുന്നിൽ മാത്രമാണ്. ഞാൻ വേറെ ആരുടെ അടുത്തും കരയാൻ ശ്രമിക്കില്ല, എൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ ശ്രമിക്കില്ല. പക്ഷേ ഞാൻ ഇവരുടെ അടുത്തിരുന്നിട്ട് ആ പള്ളിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ അവിടെ. ഞങ്ങൾ 3 പേരും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കും. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കരഞ്ഞ് തീർക്കും അവിടെ ഇരുന്നിട്ട്. അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ സന്തോഷപൂർവ്വമാണ് ഇറങ്ങണത്. ഇതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിലോട്ട് എനിക്ക് വന്ന കാര്യങ്ങൾ. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് പണ്ടൊക്കെ ഞാനിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ മുതിർന്നവരൊക്കെ വരുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കണം ആ ഒരു ശീലം എനിക്കുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത് വന്നേ പിന്നെ അത് എല്ലാവർക്കും കേൾക്കുമ്പോൾ ചെറിയ രീതിയായിരിക്കും, പക്ഷേ എനിക്കത് വലിയൊരു കാര്യം. കാരണം ഞാൻ വരുമ്പോൾ ഒരു അമ്മയും കുഞ്ഞൊക്കെ വരുമ്പോൾ എനിക്ക് കാണുന്നത് അമ്മ മാതാവ് ഈശോപ്പേനെ എടുത്തുകൊണ്ട് വരണം, ഉണ്ണീശോനെ എടുത്തുകൊണ്ട് വരണ പോലെ ഞാൻ ഓൺ ദി സ്പോട്ടിൽ അവർക്ക് എഴുന്നേറ്റ് കൊടുക്കും. ഇപ്പോൾ വയസ്സായവർ വന്നാലും ഞാൻ അവർക്ക് എഴുന്നേറ്റ് കൊടുക്കും, അവർ ഇരുന്നോട്ടെ. കാരണം ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ആ വണ്ടി ഓടിക്കുന്ന ആൾക്ക് വേണ്ടി, ആളുടെ കുടുംബത്തിന് വേണ്ടി, അങ്ങനെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഓരോ സ്ഥലത്ത് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് അച്ഛന്മാരൊക്കെ കാണുമ്പോൾ എനിക്ക് നോർമലായിട്ട് സാധാ വികാരി അച്ഛൻ എന്ന രീതിയിൽ, പക്ഷേ എനിക്ക് ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴും ജോസഫ് അച്ഛനെ കാണുമ്പോഴും എനിക്ക് പ്രത്യേകമായിട്ട് ശരിക്കും ഞാൻ ഈശോനെ കാണുന്ന പോലെ എനിക്ക് തോന്നാറ്. അച്ഛൻ്റെ ഓരോ വാക്കുകളും ആർക്കും അച്ഛൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെടില്ല പെട്ടെന്നൊന്നും കേൾക്കുമ്പോൾ ഒന്നും, ആദ്യമായിട്ട് കേൾക്കണവർക്ക്. പക്ഷേ അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും ഞാൻ എന്താണോ മനസ്സിൽ വിഷമിച്ചിരിക്കണേ, എന്താണോ പറയാൻ ആഗ്രഹം, പക്ഷേ അച്ഛൻ ആ ഒരു ധ്യാനത്തിലൂടെ അച്ഛനെ എനിക്ക് വേണ്ട മെസ്സേജ് എല്ലാം തരുമായിരുന്നു. അങ്ങനെ അച്ഛനിലൂടെ ഞാൻ ഈശോയെ കാണാൻ തുടങ്ങി. പിന്നെ ഞാൻ മാതാവിനെ സ്വപ്നം കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരിടയ്ക്ക് ഞാൻ ഉടമ്പടി പത്രം എപ്പോഴും കാണുന്നത് ആൾക്കാരെല്ലാം ഞാൻ ഉടമ്പടി പത്രം കൊടുക്കുമ്പോൾ ആൾക്കാരത് കീറി കളയുന്നത് എനിക്ക് വളരെയധികം സങ്കടമായിരുന്നു. എല്ലാവരും എന്താ കീറി, ഞാൻ അവരോട് പറയുന്നുണ്ട് കീറിക്കളയല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഉടമ്പടിയിൽ നിന്ന് ബാക്കോട്ട് പോയപ്പോഴാണ് എനിക്ക് ഈ സ്വപ്നങ്ങൾ വരാൻ തുടങ്ങിയത്. അതായത് വിഷമിക്കുന്ന രീതിയിൽ എല്ലാവർക്കും മാതാവിനെയും ഈശോനൊക്കെ കാണുമ്പോൾ എനിക്ക് കിട്ടണതെല്ലാം എല്ലാവരും നെഗറ്റീവ് അടിക്കുന്ന ഒരു രീതിയാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ ഒരു ഉടമ്പടി ജീവിതത്തിൽ നിത്യം പ്രേക്ഷിതയായിട്ട് എന്നെ കൊണ്ട് നടക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ആവേ മരിയ. എൻ്റെ പേര് ഷീജ ബിജു, ഇതെൻ്റെ ഹസ്ബൻഡ് ബിജു മാനുവൽ, മക്കൾ ഇസ മരിയ, ഡിയോൺ ആൻഡ് ലിയോൺ. വീട് മലപ്പുറം ജില്ലയിലെ സെൻറ്റ് മേരീസ് ചർച്ച് പാതിരിപ്പാടം. ഞങ്ങളിപ്പോൾ UK മാഞ്ചസ്റ്ററിൽ നിന്നാണ് വരുന്നത്. ഫാമിലിയായിട്ട് ഞങ്ങളവിടെ സെറ്റിൽഡാണ്. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ജൂൺ 19 ഞാനൊരു നേഴ്സാണ് പ്രൊഫഷണലി. 2011 ഞാൻ നേഴ്സിംഗ് പാസ് ഔട്ടായത്. അന്ന് മുതൽ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിൽ നിന്ന് തന്നെ പറയാം. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 വരെയാണ്. എനിക്കെങ്ങും പോകാൻ പറ്റുന്നില്ല. ഞാൻ 2 പ്രാവശ്യം IELTS എഴുതി, 4 പ്രാവശ്യം OET എഴുതി, എല്ലാ പ്രാവശ്യവും എഴുതി തോക്കുക, ഇത് തന്നെയായിരുന്നു എൻ്റെ പരിപാടി. എന്നിട്ട് എൻ്റെ സിസ്റ്ററാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയല്ല, മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് കൃപാസനത്തിൽ. അപ്പം ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ ചേച്ചിയുടെ കൂടെ വന്നത്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോയിട്ട് OET ഞാൻ പ്രിപ്പയർ ചെയ്തു. എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് 3 കൊച്ചുമക്കളാണ്, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ എനിക്ക് പഠിക്കാൻ സമയം വളരെ കുറവാണ്. എങ്കിലും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര ധൈര്യം കിട്ടി. അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്ത് ഞാൻ എക്സാം എഴുതി. എനിക്ക് ഏറ്റവും ആഗ്രഹം UK പോകുക എന്നുള്ളതായിരുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് എക്സാം എഴുതി. എക്സാമിന് പോയപ്പം ഇവിടെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാൻ ഉടമ്പടി ഉപ്പും നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ടുപോയിരുന്നു. ഉടമ്പടി ഉപ്പ് കയ്യിൽ വെച്ച് കയറുന്നതിന് മുമ്പ് ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ദൈവഹിതം ഞാൻ അയർലൻഡിൽ പോകുകയായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു.
അയർലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്താലും എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നില്ല. ഞാൻ 3-4 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഇൻ്റർവ്യൂ വരുമ്പോഴത്തേക്കും ഭയങ്കര പേടിയാണ്, എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകും, അവരെ കാണുമ്പോഴത്തേക്കും എനിക്ക് പേടിച്ചിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ 7 മാസം കഴിഞ്ഞു ഞാൻ OET പാസ്സായിട്ട്. എനിക്ക് അയർലൻഡ് സ്കോറായിരുന്നു കിട്ടിയത്. പക്ഷേ എൻ്റെ ആഗ്രഹം എനിക്ക് UK പോകുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ദൈവത്തിൻ്റെ ഹിതം അയർലൻഡ് ആണെങ്കിൽ അത് നടക്കട്ടെ. അങ്ങനെ ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പ്രോസസ്സിങ് ഒന്നും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. പക്ഷേ എനിക്ക് എന്ത് ചെയ്താൽ ഇൻ്റർവ്യൂ കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പം. എനിക്കൊന്നും കിട്ടത്തില്ല. ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകും, പക്ഷേ എനിക്കൊന്നും അവർ ചോദിക്കുന്നതിനൊന്നും നല്ല രീതിയിൽ ആൻസർ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഒന്നുകൂടെ OET എഴുതി നോക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ 4-5 പ്രാവശ്യമൊക്കെ എഴുതി, ഒരു പ്രാവശ്യം എഴുതി തോക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് എഴുതുന്നവർക്കറിയാം. ഇത്രയും പ്രാവശ്യം എഴുതി തോറ്റ് ഞാൻ മടുത്ത് നിൽക്കുകയാണ്. ഹസ്ബൻഡ് പറഞ്ഞു, നിന്നെ ഞാൻ പഠിക്കാൻ നിർബന്ധിക്കുകയല്ല, നിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. ഈ അയർലൻഡ് സ്കോർ തന്നെ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് കിട്ടിയതല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രം കിട്ടിയതാണ്. നീ ഡേറ്റ് എടുത്തോ, എന്നിട്ട് എഴുതിക്കോളാൻ പറഞ്ഞു. നല്ല രീതിയിലൊന്നും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി. എനിക്ക് ഏറ്റവും ടഫ് റീഡിംഗ് ആയിരുന്നു. എനിക്ക് കോൺസെൻട്രേഷൻ കുറവാണ്, നല്ല കോൺസെൻട്രേഷൻ വേണം റീഡിങ്ങിന് B കിട്ടണമെങ്കിൽ. ഞാൻ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ പോലും ഒരിക്കലും എനിക്ക് C+നുള്ള സ്കോർ പോലും കിട്ടത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ എക്സാം എഴുതി. എക്സാമിന് ചെന്ന് കഴിഞ്ഞ് എക്സാമിനിരുന്ന് റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടി. റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര ഈസി. ഏറ്റവും ടഫ് ABC 3 പാർട്ടാണ്. അതിനകത്ത് C പാർട്ടാണ് ഏറ്റവും പാട്. C പാർട്ട് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ എൻ്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഒരു കഥ വായിച്ചു കൊടുക്കുന്ന ലാഘവത്തോടെയാണ് ഓരോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കും. എനിക്ക് എൻ്റെ കണ്ണുകൾ നേരെ ആൻസറിലേക്ക് വരും. അപ്പോൾ എനിക്ക് സംശയമായി, ദൈവമേ ഇതെന്താ. ഞാൻ എന്നിട്ട് പെട്ടെന്ന് ഞാൻ എഴുതി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന് എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു റീഡിങ് ഭയങ്കര ടഫായിരുന്നു എന്ന്. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ 370 മാർക്ക് റീഡിങ്ങിന്. എനിക്ക് ഇന്ന് വരെ 300ൻ്റെ മേളിൽ റീഡിങ്ങിന് മാർക്ക് കയറിയിട്ടില്ലായിരുന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ്. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ ഞാൻ UK, എൻ്റെ സ്വപ്നരാജ്യമായ UK ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 2023 നവംബർ മാസത്തിൽ UK രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഞാൻ ജോലിക്ക് കയറി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് OSCE എന്ന് പറഞ്ഞൊരു എക്സാമുണ്ട്. ആ OSCE എക്സാമും അത്യാവശ്യം നല്ല ടഫാണ്. 3 അറ്റംപ്റ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞങ്ങൾ 60 പേരായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ. ആദ്യത്തെ അറ്റംപ്റ്റിൽ വളരെ കുറച്ച് പേരെ പാസ്സാവത്തുള്ളൂ. അത് പൊതുവേ അങ്ങനെയാണ്. ഞാനായിരുന്നു അവിടെ ഒന്നും അറിയാത്ത ആൾ. മോക്ക് ടെസ്റ്റിൽ എല്ലാത്തിലും ഞാൻ തോറ്റായിരുന്നു. ഒരെണ്ണത്തിൽ പോലും ഞാൻ പാസ്സായിട്ടില്ലായിരുന്നു. പക്ഷേ OSCEയുടെ റിസൾട്ട് വന്നപ്പം 10-15 പേര്, ഞാൻ കൃത്യമായിട്ട് നമ്പർ ഓർക്കുന്നില്ല, അതിനകത്ത് ഒരാളായിട്ട് മാതാവിനെ ഉയർത്തി. അങ്ങനെ ഞാൻ OSCE അറ്റൻഡ് ചെയ്ത് പാസ്സായി രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലീനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഹസ്ബൻഡ് വെൽഡിംഗ് ആണ് പ്രൊഫഷൻ. പക്ഷേ ഹസ്ബൻഡിനും ഇതുപോലെ തന്നെ നല്ല ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ നമുക്കിങ്ങനെ മലയാളീസിൻ്റെയൊക്കെ റെസ്റ്റോറൻ്റ് ഉണ്ട്, നമുക്ക് ഒരു പെർ അവർ ഇത്ര പൗണ്ടെന്നുണ്ട്, അതിൻ്റെയൊക്കെ ഹാഫ് കൊടുത്തിട്ട് നമുക്ക് ജോലി ചെയ്യാം. അങ്ങനെയെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ ശ്രമിച്ചു, ഒന്നും കിട്ടുന്നില്ല. എൻ്റെ ഒരാളുടെ സാലറി കൊണ്ട് ഞങ്ങൾ 5 പേര് ഫാമിലി ജീവിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ മാതാവിനോട് പിന്നെയും പ്രാർത്ഥിച്ചു, ദൈവമേ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടണേ എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാനിവിടെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. പിന്നെ മാതാവിൻ്റെ ഉടമ്പടി നൊവേന 9 ദിവസത്തെ കൂടി. 9ാമത്തെ ദിവസം ഒരു ചൊവ്വാഴ്ച നമ്മുടെ ഇന്ത്യൻ ടൈം 2:30 ചേട്ടായിക്ക് അവിടെ ഒരു കമ്പനിയിൽ, അതായത് ഒരു ഇംഗ്ലീഷ് UK തന്നെ ഒരു കമ്പനിയാണ്, നല്ലൊരു കമ്പനി, എല്ലാ ഇൻക്രിമെൻറ്റും ബോണസും എല്ലാ കാര്യങ്ങളും ഉള്ള നല്ലൊരു കമ്പനിയിൽ ചേട്ടായിനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ചേട്ടാ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആർക്ക് വെൽഡിംഗ് ആണ്. അവിടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെൽഡിംഗ് ആണ് മിഗ് വെൽഡിങ്. അതിൽ തന്നെ ആ കമ്പനിയിൽ നന്നായിട്ട് ചെയ്യുന്നവരെ മാത്രമേ എടുക്കുകയുള്ളൂ. അവിടെ ട്രെയിനിങ് ഒന്നുമില്ല, നന്നായിട്ട് അടിച്ച് പാസ്സാകുന്നവരെ അവർ പെർമനൻറ്റ് സ്റ്റാഫായിട്ട് എടുക്കും. അങ്ങനെയാണത്. അങ്ങനെ ഹസ്ബൻഡിന് 6 ടെസ്റ്റുകൾ പാസ്സാവണമായിരുന്നു. ഒന്നും മിഗ് വെൽഡിങ്ങിൻ്റെ മെഷീൻ പോലും ചേട്ടായി പിടിച്ചിട്ടില്ലായിരുന്നു. അവിടെ ചെന്ന് 6 വെൽഡിങ്ങും ചേട്ടായി പാസ്സായി. അത് കഴിഞ്ഞൊരു 20 ക്വസ്റ്റ്യൻസ് നമുക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് ഇത്രയും നന്നായിട്ട് വെൽഡിങ് അടിച്ച ഒരാളായതുകൊണ്ട് നമുക്കിനി റിട്ടൺ ടെസ്റ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഡയറക്റ്റ് ചേട്ടായിനെ ആ കമ്പനിയിൽ, അതായത് ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞ് എന്നേക്കാൾ സാലറിയിൽ
ഒന്നും ഒരു ലാംഗ്വേജും ഒന്നും അറിയാത്ത ചേട്ടായിക്ക് ജോലി കിട്ടി. അതൊന്നും നമ്മുടെ മെറിറ്റല്ല, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പരിശുദ്ധ കൃപാസന മാതാവ്, ഞാൻ എപ്പോഴും കൃപാസന മാതാവ് എന്നാണ് പറയുന്നത്. കാരണം എൻ്റെ വിശ്വാസം എല്ലാം, എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും വിശ്വാസം വർദ്ധിച്ചത് ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ്. കാരണം മറ്റുള്ളവരെ ഈശോയായിട്ട് കാണാനും മറ്റുള്ളവരോട് കരുണ തോന്നാനും ഒക്കെ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലൊക്കെ ഒത്തിരി വളർച്ച ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിനെല്ലാം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ പിള്ളേർ, പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം കൊച്ചുങ്ങളുടെ കാര്യം ഓർത്തിട്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ ഏത് നേരം OET IELTS എന്നൊക്കെ പറഞ്ഞ് പോകുന്ന കാരണം ഈ കൊച്ചുങ്ങളെ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, പിള്ളേരുടെ ബേസ് കൊടുത്തില്ലെങ്കിൽ അതുങ്ങൾക്ക് വളർന്നു വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. എനിക്കൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല. അതെൻ്റെ ഏറ്റവും വലിയ സങ്കടമായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഈ ചെറിയ കൊച്ചിന് മാത്രം, ഒരു വർഷം ഞാനിവിടെ LKG വിട്ട് മാത്രം അവന് എഴുതാൻ അറിയത്തുള്ളായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് അവൻ റിസപ്ഷനിൽ 2 മാസം ചെന്നപ്പോൾ തന്നെ ആ ടീച്ചേഴ്സ് തന്നെ കൊണ്ടുപോയി എല്ലാ ആൽഫാബറ്റ്സും ഇപ്പം എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പം അവൻ ഇയർ 1 എല്ലാം വായിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ പിള്ളേരെല്ലാവരും വായിക്കുകയും അവരുടെ പഠന കാര്യങ്ങളൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റായി. അതിനും ഒത്തിരി ഈശോയ്ക്കും മാതാവിനും നന്ദി പറയും. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഇവിടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി പേഷ്യൻസിനെ കാണി അവരുടെ നെറ്റിയിൽ തൈലം തേച്ച് കുരിശു വരച്ച് കൊടുത്ത് പ്രാർത്ഥിക്കുകയും, അതുപോലെ തന്നെ കൃപാസനം പത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് കൊടുക്കാറ്. കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ കിട്ടുന്ന ആൾക്കാർക്കൂടെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ UK ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോൾ സാലറിയൊക്കെ ആയല്ലോ, ഞങ്ങൾക്ക് നന്നായിട്ട് കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാ മാസവും സാലറി കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു സംഖ്യ ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ ചാരിറ്റി ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർക്ക് അത്ര വിശ്വാസമൊക്കെ നമ്മുടെ അത്രയും അങ്ങനെ അവർക്കില്ല. അപ്പം ഞാൻ പേഷ്യൻസൊക്കെ ഇങ്ങനെ ഡിപ്രഷനായിട്ടും ക്യാൻസർ പേഷ്യൻസും അങ്ങനെയുള്ള പേഷ്യൻസിനോട് ഞാൻ ആദ്യം ചോദിക്കും, നമുക്ക് അങ്ങനെ നേരെ ഇവിടുത്തെ പോലെ പറയാൻ പറ്റത്തില്ല, നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിന്. അപ്പം ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ജീസസിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? മദർ മേരിനെ ഒന്നും ചിലപ്പോൾ അവർക്ക് അറിയത്ത് പോലും ഇല്ലായിരിക്കും. പക്ഷേ ഞാൻ മദർ മേരിയെക്കുറിച്ചും ജീസസിനെ കുറിച്ചും ഒക്കെ പറയും. എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുത്ത് എൻ്റെ കയ്യിൽ എപ്പോഴും കാശ് രൂപം കൊന്തയുണ്ടാകും. അത് വെച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് അവർ പെർമിഷൻ എടുക്കും. അവർ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നല്ല താല്പര്യമുള്ളവർക്ക് ഞാൻ ഇംഗ്ലീഷ് പത്രം കൊടുത്തിട്ടുണ്ട്, കൊന്ത കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈശോയെക്കുറിച്ച് ഞാൻ എപ്പോഴും അവിടുത്തെ ഇംഗ്ലീഷുകാരോടൊക്കെ ഞാൻ പറയാറുണ്ട്. എനിക്ക് അവസരം ഞാൻ നോക്കി നിൽക്കും. ഞാൻ നൈറ്റ് ഓൺലി ആണ് ചെയ്യുന്നത്, ചൈൽഡ് കെയർ ഉള്ള കാരണം. അപ്പോൾ എനിക്ക് നല്ല പേഷ്യൻസിനോട് സംസാരിക്കാനൊക്കെ ഒത്തിരി സമയം കിട്ടാറുണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അവരോട് ഈശോയെ മാതാവിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് അവരോടും ഇങ്ങനെ യൂട്യൂബിൽ ബൈബിൾ വായിക്കണം, ഈശോയുടെ വചനങ്ങൾ കേൾക്കണം എന്നൊക്കെ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഈശോ വഴി പരിശുദ്ധ കൃപാസന മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും ഞങ്ങൾ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ നാമം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈശോയുടെ മുമ്പാകെ ഈ സാക്ഷ്യം പറയാനായി ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയതിന് ഈശോയ്ക്കും മാതാവിന് നന്ദി. ഇത്രയും താമസിച്ചതിന് മാതാവിനോടും ഈശോയോടും മാപ്പും ചോദിക്കുന്നു. എൻ്റെ പേര് അനഘ, ഇതെൻ്റെ മമ്മി ഷൈനി. ഞങ്ങൾ പാലാ രൂപത സെൻറ്റ് മേരീസ് മേവട ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് 2020 കോവിഡിൻ്റെ സമയത്താണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ഞങ്ങൾക്ക് 18 വർഷമായിട്ടൊരു ഭവനം ഇല്ലായിരുന്നു. ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തിരുന്നത്. ആ സമയത്ത് ആ ഓൺലൈൻ ഉടമ്പടി വെച്ച സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഭവനത്തിൻ്റെ ആദ്യ കുറച്ച് ഭാഗം തറ കെട്ടാനായിട്ടുള്ള കുറച്ച് കാശ് ഇങ്ങനെ നമുക്ക് മാതാവ് അനുഗ്രഹിച്ച് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ അത് ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് കൂടുതലായിട്ട് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ തീർത്ഥാടന ഉടമ്പടി കോവിഡ് കഴിഞ്ഞ് ഇത് ഇവിടെ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ മാർച്ച് 27-ാം തീയതി ഞങ്ങൾ 2021 വന്ന് ആദ്യത്തെ തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം വീട് പണി പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ച് പിന്നെയും കാശിന് ഇങ്ങനെ ഷോർട്ടേജ് വന്നപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് പിന്നെയും അറിയില്ലായിരുന്നു. വീട് പണി പിന്നെ അവിടെ നിന്ന് പോകുമോ എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങൾ
എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ ഈശോയുടെയും ഒരു നേതൃത്വത്തിൽ കൃത്യം തക്ക സമയത്ത് നടന്ന ഒരു ഉടമ്പടി സാക്ഷ്യമാണിത്. ആ സമയത്ത് ഞങ്ങൾ പണ്ടാണെങ്കിൽ ഇതുപോലെ തന്നെ ഭവനം പണിയാനായിട്ട് നമ്മുടെ കുറച്ച് സ്ഥലം വിൽക്കാം എന്നൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വെച്ചിട്ടിരുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതൊന്നും ആ സമയത്തും കോവിഡ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും സ്ഥലം വിൽക്കില്ല എന്നുള്ളൊരു ഒരു നിലയിലായിരുന്നു ഞങ്ങൾ ചോദിച്ച ബ്രോക്കർമാരെല്ലാം. പക്ഷേ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വിലയിൽ തന്നെ കുറച്ച് സ്ഥലം വിൽക്കാനും ആ കാശ് കൊണ്ട് ബാക്കി മാതാവിൻ്റെ ഈശോയുടെയും ഭവനം മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ വന്ന് പണിയാനും സാധിച്ചു. ഈ സമയത്തെല്ലാം ഞങ്ങൾ ഇവിടെ എപ്പോഴും ഞങ്ങളെ എല്ലാ നിയോഗം എന്ത് വെച്ചാലും വീടിൻ്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനോട് വന്ന് കാശുരൂപം വന്ന് ചോദിക്കുകയും അച്ഛൻ കാശുരൂപം തന്ന് ഞങ്ങൾ വീടിൻ്റെ തറക്കല്ലിലും എല്ലായിടത്തും കൊണ്ട് ഞങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഭവനം പണിയുന്നതിന് മുമ്പായിട്ടും ആ ഭവനം പണിയുന്ന സ്ഥലത്ത് പോയി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അവിടെ നമുക്ക് കുഴൽക്കിണർ കുത്തണമായിരുന്നു. ആ സമയത്തും വന്ന സ്ഥാനക്കാരാണേലും അവിടെ പാറയാ വെള്ളം പോകുന്ന സ്ഥലമൊന്നും ഇല്ല എന്നൊക്കെ എന്നങ്ങനെ പറഞ്ഞായിരുന്നു. അതും ഞങ്ങൾക്ക് അന്നേരം ടെൻഷനായിരുന്നു. അന്ന് ഒരു ഉടമ്പടി ധ്യാനം നടക്കുന്ന ഒരു ദിവസമാണ് കുഴൽക്കിണർ വന്ന് എന്നാൽ കുത്തി നോക്കാം, നമുക്ക് വെള്ളം എത്ര വരുമോ നോക്കാം എന്നുള്ള രീതിയിൽ വന്ന് കുത്തിയത്. അതും ഏകദേശം ഒരു 146 അടി താഴ്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു സമയത്ത് ധ്യാനം നടക്കുന്നു, അതേ സമയത്ത് തന്നെ കുഴൽക്കിണർ കുത്തുമായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ധ്യാനം ഇരുന്ന് കുഴൽക്കിണർ കുത്തുന്നത് കാണാൻ പോവാതെ ധ്യാനം ഇരുന്ന് കൂടി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ കുഴൽക്കിണർ വെള്ളവും ലഭിച്ചു. ഇതുപോലെ തന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന സാക്ഷ്യങ്ങൾ. ഇനിയും സാക്ഷ്യങ്ങൾ ഒത്തിരി നിയോഗം ഇനിയും പറയാനായിട്ട് മാതാവ് അനുഗ്രഹിച്ച് ചെയ്തു തന്നിട്ടുണ്ട്. അത് ഇനിയും ഞങ്ങൾ അടുത്ത് വീണ്ടും ചേട്ടനുമായിട്ട് വന്നിട്ട് സാക്ഷ്യം പറയുന്നതായിരിക്കും. ഇനി എൻ്റെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ എനിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളൊരു ചെയ്യേണ്ടത് എന്താണെന്ന് അറിയില്ലായിരുന്നു. അതും ഞങ്ങൾ ഇവിടെ എപ്പോഴും വന്ന് ഞാനാണെങ്കിലും അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ അടുത്തുനിന്ന് അടിയൊക്കെ കിട്ടുവാണെങ്കിലും ചെയ്തിട്ടുണ്ട്. അന്നേരം ആ അടി കിട്ടിയപ്പോഴൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളുടെ എന്തെങ്കിലും തടസ്സമൊക്കെ ആണെങ്കിലും മാറി എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ഇങ്ങനെ ജർമ്മനിക്ക് എങ്കിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകാമെന്നുള്ള രീതിയിൽ തന്നെയാണ്, ഏജൻസി ഒന്നും ഇല്ലാതെ. ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ അത് പേടിയാണ്. എന്ത് ധൈര്യത്തിലാണ് ഞാനത് ചെയ്തത്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ജർമ്മനിയിൽ അപ്ലൈ ചെയ്തതും അവിടുന്ന് ഓഫർ ലെറ്റർ കിട്ടിയതും. അതുപോലെ തന്നെ പഠിക്കാൻ പോകാനായിട്ടാണെങ്കിലും നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ വേണമായിരുന്നു. ആ എഡ്യൂക്കേഷൻ ലോൺ എനിക്ക് പണ്ട് ഇങ്ങനെ പുറത്ത് പോയി പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പണ്ട് ഇതുപോലെ പോയി ഓരോ ബാങ്കിലൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ലോണൊന്നും കിട്ടുമൊന്നുമില്ലായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതും എഡ്യൂക്കേഷൻ ലോൺ കിട്ടുകയും ചെയ്തു. വിസയ്ക്കാണേലും എല്ലാ പ്രോസസ്സിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് എല്ലാം വന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതുമെല്ലാം തക്ക സമയത്ത് കൃത്യമായിട്ട് മാതാവ് എല്ലാം ചെയ്തു തന്നു. ഒപ്പം ഞാൻ അവിടെ പോകുന്നതിന് മുമ്പായിട്ടും ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് എൻ്റെ അവിടുത്തെ പഠിത്തത്തിനായിട്ട്, അപ്പോൾ അച്ഛൻ ഞാനും ഓൾറെഡി ഉടമ്പടി എടുത്തതാണ്. അച്ഛൻ എനിക്ക് വേറൊരു കാശുരൂപം മാതാവിൻ്റെ തന്നു. എക്സാമൊക്കെ പോയി എഴുതുമ്പോൾ ഈ കാശുരൂപം വെച്ച് പോയി എഴുതണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ 2 ഉടമ്പടി കാശുരൂപവും അച്ഛൻ തന്ന കാശുരൂപം വെച്ച് ഞാൻ എല്ലാ ചില എക്സാമൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അതൊക്കെയാണെങ്കിലും ഞാൻ പോയി എഴുതി. എല്ലാ എക്സാമും ഞാൻ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ജയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് പണ്ട് തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഒരു എക്സ്ചേഞ്ച് സെമസ്റ്റർ ചെയ്യണം, എവിടെയെങ്കിലും പോയി ചെയ്യണമെന്നൊക്കെ. അതും മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ തായ്വാനിൽ പോയി പഠിക്കാനും പറ്റി. അതും നല്ല രീതിയിൽ ഞാൻ പേടിച്ചും വിഷമിച്ചും ഒക്കെയാണ് പോയത്. പക്ഷേ ആ പോകുന്ന സമയത്തും ഞങ്ങളാണെങ്കിൽ ഞാൻ പോയ ആ ട്രെയിനിൻ്റെ ആ എതിർവശത്ത് അന്നേരം ഒരു മഴയോ വെയിലോ ഒന്നുമില്ല. അന്നേരം ആണെങ്കിലും ഒരു മഴവില്ല് കണ്ട എനിക്ക് അത്രയും ടെൻഷനായിരുന്നു ഇങ്ങനെ ജർമ്മനിയിൽ നിന്ന് പിന്നെയും തായ്വാനിലോട്ടൊക്കെ പോകുന്നതിൽ. പക്ഷേ അന്ന് മാതാവിൻ്റെ മഴവില്ല് കണ്ട് അന്ന് പോയത്. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് വിശ്വാസമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ബൈബിളെടുത്ത് തുറന്ന് നോക്കിയപ്പോഴും എനിക്ക് എല്ലാ കാര്യത്തിലും വീടിൻ്റെ കാര്യത്തിലും ഈശോയുടെ കറക്റ്റായിട്ട് എനിക്ക് ബൈബിളിൻ്റെ വീട് പണി പണിത് തരുന്നത് ഈശോ ആണെന്നുള്ള വചനഭാഗം കിട്ടിയിട്ടുണ്ട്. ഇവിടെ തായ്വാനിൽ പോയപ്പോഴും എനിക്ക് തോബിത്തിൻ്റെ സഹയാത്രികൻ്റെ ആ ഒരു ഭാഗമാണ് എനിക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും
എല്ലാ നിയോഗവും എല്ലാ കാര്യത്തിലും ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് വെക്കും. ഇന്ന പ്രത്യേക നിയോഗമെന്നില്ല, എല്ലാം മാതാവിനും ഈശോയ്ക്കും സമർപ്പിച്ചാണ് ജീവിതം മുഴുവനായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ കാരുണ്യപ്രവർത്തികളെന്ന് വെച്ചാൽ മമ്മിയാണെങ്കിൽ മമ്മി നാട്ടിൽ ആശുപത്രികളിലും പള്ളികളിലെ പരിസരങ്ങളിലും പോയി പൊതിച്ചോറും അതുപോലെ തന്നെ പറ്റാവുന്ന പോലെ നമുക്ക് പറ്റുന്ന പോലെ അങ്ങനത്തെ ഓരോ ആതുരാലയങ്ങളിൽ കുറച്ച് കാശുമൊക്കെ ആണെങ്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ അവിടെ ജർമ്മനിയിലായിരിക്കുന്ന സമയത്ത്, തായ്വാനിലായിരുന്ന സമയത്ത് എനിക്ക് അധികം ചെയ്യാൻ പറ്റിയിരുന്നില്ല. ജർമ്മനിയിലായിരുന്ന സമയത്ത് അവിടുത്തെ ഒരു കോൺവെൻറ്റിൽ സർവീസിനായിട്ട് പോവുകയും അവിടെ എല്ലാ മാസവും എന്നെക്കൊണ്ട് എൻ്റെ പാർട്ട് ടൈമിൽ നിന്ന് കിട്ടുന്ന ഒരു കുറച്ച് കാശ് ഞാനിങ്ങനെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം മമ്മി ഇതുപോലെ പത്രം, മമ്മിയെ ഞങ്ങളുടെ മേവടയിൽ ആൾക്കാർ കാണുമ്പോഴേ പത്രം ഇല്ലെന്നുള്ള രീതിയിലാണ് മമ്മിയോട് എല്ലാവരും ചോദിക്കുന്നത് തന്നെ. പിന്നെ ഞാനാണേലും തായ്വാനിൽ പോയപ്പോഴും കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു, അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജർമ്മനിയിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ആണേലും അവരും എല്ലാ കാര്യവും മാതാവിനോട്, ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ട് മാതാവിനോട് ഇപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കും മാതാവിൻ്റെ ആ ഒരു ധൈര്യം, മാതാവ് കൂടെ ഉള്ളതിൻ്റെ ആ ഒരു ധൈര്യം എപ്പോഴും അവർക്കുണ്ടെന്ന് അവരെന്നോട് നേരിട്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആണെങ്കിൽ മാതാവ് രോഗസൗഖ്യങ്ങളും തന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ എല്ലാത്തരം രോഗസൗഖ്യങ്ങളും തന്നിട്ടുണ്ട്. പ്രത്യേകമാണെങ്കിൽ മമ്മിയുടെ കാലയിൽ മണ്ണ് പറ്റുമ്പം ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. അതിലൊക്കെ ആണെങ്കിലും മാതാവിൻ്റെ തൈലം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് അത് മാറി. പിന്നെ എന്ത് അസുഖം വന്നാലും, ഒരു പനി വന്നാലും ഒരു വയറുവേദന വന്നാലും എല്ലാം മാതാവിൻ്റെ തൈലം വെച്ചിട്ടാണ്. ഇൻ കേസ് ഒരു ബസ് ഇപ്പം വരാനായിട്ട് ലേറ്റ് ആയാലും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമോ, മാതാവേ ബസ് ഇപ്പോൾ വരുത്തണേ മടുത്തു എന്നൊക്കെ പറയുമ്പം അങ്ങനെ നിസ്സാര കാര്യത്തിനും വലിയ കാര്യത്തിനും എല്ലാം ഞങ്ങൾ മാതാവിനെ തന്നെയാണ് എല്ലാ കാര്യവും പ്രാർത്ഥിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്ന, അതിലുപരിയായിട്ട് ഈ സാക്ഷി ഇവിടെ പറയാൻ അനുഗ്രഹം നൽകിയ പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് മമ്മി പോകാറുണ്ട്. ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ എല്ലാ ദിവസവും പോകുമായിരുന്നു. അവിടെ എനിക്ക് പറ്റാവുന്ന പരിശുദ്ധ കുർബാന പോകാൻ പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ മാക്സിമം ആയിട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും നന്ദി. ജോബിൻ